ഇന്ന് നമ്മുടെ നാട്ടിലെ ആളുകൾ വളരെ ക്രിട്ടിക്കലായിട്ടുള്ള മരുന്ന് വളരെ ചീപ്പായിട്ടുള്ള റേറ്റിൽ അഫോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കാരണം അന്നേരം ഓഫീസിനെടുത്ത തീരുമാനമാണ്. അത് ഒന്നോ രണ്ടോ പേരെ അല്ല അഫക്റ്റ് ചെയ്തിരിക്കുന്നത്, എത്രയോ കോടിക്കണക്കിന് ആൾക്കാരെ അഫക്റ്റ് ചെയ്തു, എത്രയോ ജനറേഷൻസിനെ അഫക്റ്റ് ചെയ്യുന്നു. ശരിക്കും പറഞ്ഞാൽ നമ്മൾ വർക്ക് ചെയ്യുന്നിടത്ത് എവിടെയാണ് ഈ ഹൈറാർക്കികൾ ഇല്ലാത്തത്? എവിടെയും നമ്മളിപ്പോൾ പ്രൈവറ്റ് സെക്ടറിൽ വർക്ക് ചെയ്യാനും അവിടെ നമുക്ക് ആളുകളോട് അക്കൗണ്ടബിൾ ആണ്. ഇഫ് യു ആർ വർക്കിംഗ് ആസ് എ ടോപ്പ് ലെവൽ മാനേജർ, ദർ വിൽ ബി എ വൈസ് പ്രസിഡന്റ് ഓർ ഡയറക്ടർ അബോവ് യു. നമ്മൾ അവർ പറയുന്ന തീരുമാനങ്ങളാണ് അനുസരിക്കേണ്ടത്, ശരിയല്ലേ? അപ്പം നമുക്ക് എവിടെയാണ് ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യാൻ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പറ്റുക? അത് ഗവൺമെൻറ് ആണെങ്കിലും ശരിയാണ്, പ്രൈവറ്റ് സെക്ടർ ആണെങ്കിലും ശരിയാണ്. അപ്പം ഈ രീതിയിലുള്ളൊരു പെർസ്പെക്റ്റീവാണ് എനിക്ക് ഈ ഒരു ചോദ്യത്തെക്കുറിച്ചുള്ളത്. പൊളിറ്റീഷ്യൻസ് ആർ റിയലി ഗുഡ് ഇൻ അണ്ടർസ്റ്റാൻഡിങ് പീപ്പിൾസ് പ്രോബ്ലം. നമ്മുടെ നാട്ടിൽ ഏത് പെൺകുട്ടീനെയാണ് 4 വർഷം നീ മോളെ ഇതിനു വേണ്ടി പഠിച്ചോ എന്ന് പറഞ്ഞ് ഒരച്ഛനും അമ്മയെ സപ്പോർട്ട് ചെയ്യുക? ഒരു തവണ വിടും, പരാജയപ്പെടും, വേണമെങ്കിൽ ഒരു വട്ടം കൂടെ ചെയ്തോളാൻ പറയും, അല്ലേ? എന്നിട്ട് 2 വട്ടം കഴിയുമ്പോഴേക്കും കല്യാണമായി, ജോലിയായി, ആകുലതയായി, വേവലാതിയായി. പക്ഷേ ഇവിടെ സിവിൽ സർവീസ് കിട്ടിയിട്ടുള്ള പെൺകുട്ടികളിൽ ഭൂരിഭാഗം പേരുടെ അച്ഛനും അമ്മയും പെൺമക്കളെ ആക്ച്വലി 2-3 വട്ടം പരാജയപ്പെട്ടാലും അവരുടെ കാര്യത്തിലും അവരുടെ വിശ്വാസത്തിലും അവരെ സപ്പോർട്ട് ചെയ്ത് മോളെ പഠിച്ചോ എന്ന് പറഞ്ഞ് കാത്തിരുന്ന അച്ഛനും അമ്മമാരും. കാരണം സിവിൽ സർവീസ് പരീക്ഷ എഴുതുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? ഇൻറ്റൻസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരാൾ ഒരു ക്വസ്റ്റ്യൻ ബ്രേക്ക് ഡൗൺ ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാമെന്ന് നടത്തും. ഒരു പ്രോബ്ലത്തിനെ നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന രീതി നമ്മൾ സിവിൽ സർവീസ് എക്സാമിന് മെയിൻസിൽ പഠിക്കുന്ന ഒരു കാര്യമാണ്. സ്പോണ്ടേനിയസ് ആയിട്ട് റെസ്പോണ്ട് ചെയ്യാൻ അതിന് സിവിൽ സർവീസിന് പഠിക്കുന്നുണ്ട്. അവൈലബിൾ ആയ നോളജ് വെച്ചിട്ട് കറക്റ്റായിട്ടുള്ള ആൻസറിലേക്ക് എത്താനുള്ള ഒരു സ്കിൽ സെറ്റ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഡു യു നോ ദീസ് ആർ ദ സ്കിൽസ് ആർ ഹൈലി വാല്യൂഡ് ഇൻ എനി ജോബ് പ്രൊഫൈൽ ഓൾസോ. ആൻഡ് യു വിൽ ലേൺ ഫ്രെയിം വർക്ക് തിങ്കിങ് വിച്ച് ഇസ് വെരി പവർഫുൾ. ഫ്രെയിം വർക്ക് തിങ്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിമിലർ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ പ്രോബ്ലം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിന് മുമ്പ് പഠിച്ചിട്ടുള്ള ഒരു സ്ട്രക്ചേർഡ് അപ്രോച്ച് ഉപയോഗിച്ച് നിങ്ങൾക്ക് അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി പറ്റുമോ എന്നുള്ളതാണ് ഫ്രെയിം വർക്ക് തിങ്കിങ്. അപ്പോൾ ഈ ഫ്രെയിം വർക്ക് എന്ന് പറയുന്നത് പെട്ടെന്ന് കാര്യങ്ങൾ സോൾവ് ചെയ്യാനും ഒക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സ്കില്ലാണ്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു പ്രോബ്ലം നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സോഷ്യൽ, പൊളിറ്റിക്കൽ, എക്കണോമിക്കൽ, ലീഗൽ ഇംപ്ലിക്കേഷനെ കുറിച്ച് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സൊല്യൂഷൻസ് പലതും നിങ്ങൾക്ക് കിട്ടും. ഇതൊരു ചെറിയൊരു ഫ്രെയിം വർക്കാണ്. ഇതുപോലെ മൾട്ടിപ്പിൾ ഫ്രെയിം വർക്ക്സ് മെയിൻസിൽ അപ്ലൈ ചെയ്യേണ്ടി വരും. സോ യു വിൽ ബി ഗുഡ് അറ്റ് ഫ്രെയിം വർക്ക് തിങ്കിങ്. ദ ഫസ്റ്റ് തിങ്, ഇഫ് യു വാണ്ടഡ് ടു change the society with scale and having an impact and you wanted to put a signature in this world, IAS is the best profession that you can have. Hello everyone, welcome to Lead Pod with Sharon. Let's have conversations about civil service career. കഴിഞ്ഞ വർഷത്തെ റിസൾട്ട് നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു 5 വർഷത്തെ സിവിൽ സർവീസ് എക്സാം റിസൾട്ട് നോക്കുകയാണെങ്കിൽ, ഇന്ത്യയുടെ സിവിൽ സർവീസ് കരിയർ മാപ്പിൽ തന്നെ കേരളത്തിന് ഒരു പ്രധാന ഇമ്പോർട്ടൻറ്റ് പൊസിഷനിലേക്ക് കൊണ്ടുവന്ന ഒരു അക്കാഡമി ഉണ്ട്. നമ്മുടെ ട്രിവാൻഡ്രത്തിൻ്റെ സ്വന്തം ലീഡ് IAS അക്കാഡമി. ലീഡ് IAS അക്കാഡമി ഈ കാരണം കൊണ്ട് മാത്രമല്ല ആസ്പിറൻസിൻ്റെ ഇടയിൽ പോപ്പുലർ ആവുന്നത്, കുറച്ചധികം ലേണിംഗ് പെഡഗോജീസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിലും അവർ വേറിട്ട് നിൽക്കുന്നുണ്ട്. സോ ഈ ലേണിംഗ് ഇനിഷ്യേറ്റീവ്സിൻ്റെയൊക്കെ ഒരു ബ്രെയിൻ അല്ലെങ്കിൽ അതിന് പിന്നിൽ പ്രവർത്തിച്ച ഒരു പ്രധാന വ്യക്തിയാണ് ഇന്ന് നമ്മളോട് കൂടെയുള്ളത്. ലീഡ് IAS അക്കാഡമിയുടെ co-founder ആൻഡ് ഡയറക്ടർ ഡോക്ടർ അനിരുദ്ധ് സണ്ണി. വെൽക്കം സർ. താങ്ക് യു ഷാരോൺ. സർ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എന്തുകൊണ്ട് ഒരാൾ സിവിൽ സർവീസ് ഓപ്റ്റ് ചെയ്യണം? ദാറ്റ് ഈസ് എ ഗുഡ് ക്വസ്റ്റ്യൻ. ഓക്കെ, ശരിക്കും ഈ സിവിൽ സർവീസിനെ കുറിച്ച് ആളുകൾ ചിന്തിക്കുമ്പോൾ ആദ്യം അവർ ചിന്തിക്കുക സിവിൽ സർവീസ് എക്സാമിനെ കുറിച്ചിട്ടാണ്. സിവിൽ സർവീസ് എക്സാം എനിക്ക് ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റുമോ എന്ന് ചിന്തിച്ച് ക്രാക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ധാരണയിലാണ് ആളുകൾ ഇതിനു വേണ്ടി ഇറങ്ങി പുറപ്പെടുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മൾ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് സിവിൽ സർവീസ് എക്സാം പാസ്സാകാൻ പറ്റുമോ എന്നുള്ളതല്ല. സിവിൽ സർവീസ് എക്സാമിന് ശേഷം ഒരു കരിയർ 30-35 കൊല്ലത്തേക്ക് കിടക്കുന്നുണ്ട്. ആം ഐ റൈറ്റ് ഫിറ്റ് ഫോർ ദിസ് ജോബ് എന്നുള്ളതാണ് പ്രധാനമായിട്ടും ചിന്തിക്കേണ്ടത്. എനിക്ക് തോന്നുന്നു 3 കാരണങ്ങൾ കൊണ്ട് ഒരാൾ സിവിൽ സർവീസ് എന്ന് പറയുന്ന ഒരു കരിയർ ചോയ്സ് തിരഞ്ഞെടുക്കാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ചോയ്സസ് ഉണ്ട്. പബ്ലിക് സെക്ടറിൽ വർക്ക് ചെയ്യാനും സൊസൈറ്റിക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ഡയറക്റ്റായിട്ട് ഇമ്പാക്റ്റ്ഫുൾ ആയിട്ട് ചെയ്യാനുള്ള ഒത്തിരി സെക്ടേഴ്സും ഒത്തിരി ജോബ് ഓപ്പർച്യൂണിറ്റീസും ഉണ്ട്. അതിൽ നിന്നെല്ലാം സിവിൽ സർവീസിനെ വേറിട്ട് നിർത്തുന്നത് ഈ 3 കാര്യങ്ങളാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ ഒരു ആസ്പിറേഷനായിട്ട് ചിന്തിക്കുന്ന ആളാണ്, നിങ്ങൾക്ക് സമൂഹത്തിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരണമെന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദിസ് ഈസ് ദ ബെസ്റ്റ് പ്രൊഫഷൻ. കാരണം നമുക്കറിയാം ഒരുപാട് പ്രൊഫഷൻസ് ഉണ്ട്. ഇപ്പോൾ ടീച്ചറാണെങ്കിലും നമ്മുടെ സമൂഹത്തിൽ ഒത്തിരി മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷേ സിവിൽ സർവൻ്റ് ആകുമ്പോൾ ദ ചേഞ്ച് വിത്ത് സ്കെയിൽ ഈസ് വാട്ട് മാറ്റേഴ്സ്. അതായത് നിങ്ങൾ എടുക്കുന്ന ഒരു തീരുമാനത്തിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ സൊസൈറ്റിയിൽ വളരെ കൂടുതലാണ്. ഒരു കൊച്ചുദാഹരണം പറയാം.
ഞങ്ങൾ ലീഡ് IAS തുടങ്ങിയ വർഷം അതിൻ്റെ ഒരു ഗസ്റ്റ് സെഷൻ എടുക്കാൻ വേണ്ടിയിട്ട് PH കുര്യൻ സാറിനെ കാണാൻ വേണ്ടി പോയിരുന്നു. അദ്ദേഹം IAS ഓഫീസറായിട്ട് റിട്ടയർ ചെയ്തിരുന്ന ഒരു നല്ലൊരു ഓഫീസറായിരുന്നു. അപ്പം അദ്ദേഹത്തെക്കുറിച്ച് വായിച്ചപ്പോഴും അദ്ദേഹത്തെ കണ്ടപ്പോഴും ഒക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞൊരു കാര്യം, അദ്ദേഹം നമ്മുടെ പേറ്റൻറ്റ് കൺട്രോളർ ജനറലായിട്ട് 2012 കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അന്ന് അദ്ദേഹം ഒരു തീരുമാനമെടുത്തു, ഇന്ത്യയിലെ ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസിന് അമേരിക്കൻ കുത്തക കമ്പനികളുടെ ഉണ്ടാക്കുന്ന മരുന്നുകൾ അത് ചീപ്പായിട്ട് ഉണ്ടാക്കാനുള്ള ഒരു പ്രൊവിഷൻ, അത് ഇൻ്റർനാഷണൽ ലോയിൽ ഓൾറെഡി ഉള്ളതാണ്, കമ്പൽസറി ലൈസൻസിങ് എന്നാണ് അതിൻ്റെ പേര്. എന്നാൽ അദ്ദേഹം ആ ഒരു പ്രത്യേകമായിട്ടുള്ള ക്ലോസ് കണ്ടുപിടിച്ചിട്ട് അദ്ദേഹം ഒരു ഉത്തരവിട്ടു, ഇന്ത്യയിലുള്ള ഫാർമസ്യൂട്ടിക്കൾക്ക് ചീപ്പായിട്ട് ഈ അമേരിക്കൻ കുത്തക കമ്പനികളുടെ മരുന്ന് ഉൽപ്പാദിപ്പിക്കാം. ഒരു രാജ്യവും ചെയ്യാത്ത ഒരു തീരുമാനമായിരുന്നു. ഒരു IAS ഓഫീസറെ കണ്ടുപിടിച്ച് തീരുമാനിച്ച് അദ്ദേഹത്തിൻ്റെ തന്നെ ഇനീഷ്യേറ്റീവിൽ എടുത്തൊരു തീരുമാനം. ആ തീരുമാനം കൊണ്ടാണ് വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ഡിസീസസിന്, പ്രത്യേകിച്ച് ഹാർട്ട് ഡിസീസസ്, ലിവർ പ്രോബ്ലംസ്, ഇതിനൊക്കെ ആളുകൾ ഉപയോഗിക്കുന്ന മരുന്നായത്. ഇതിൻ്റെ മരുന്നിൻ്റെ പ്രൈസ് 97% കുറയും. ഇന്ന് നമ്മുടെ നാട്ടിലെ ആളുകൾ വളരെ ക്രിട്ടിക്കലായിട്ടുള്ള മരുന്ന് വളരെ ചീപ്പായിട്ടുള്ള റേറ്റിൽ അഫോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കാരണം അന്നേരം ഓഫീസിനെടുത്ത തീരുമാനമാണ്. അത് 1-2 പേരെ അല്ല അഫക്റ്റ് ചെയ്തിരിക്കുന്നത്, എത്രയോ കോടിക്കണക്കിന് ആൾക്കാരെ അഫക്റ്റ് ചെയ്തു, എത്രയോ ജനറേഷൻസിനെ അഫക്റ്റ് ചെയ്യുന്നു. അന്ന് ഇത് തീരുമാനം എടുത്തപ്പോൾ അമേരിക്കയൊക്കെ പ്രശ്നം ഉണ്ടാക്കിയെന്നാണ് സാർ പറയുന്നത്. പക്ഷേ സ്റ്റിൽ ദ ഓഫീസേഴ്സ് സ്റ്റൂഡ് ഇറ്റ്സ് ഗ്രൗണ്ട് ആൻഡ് ദാറ്റ് ഇസ് എ പവർ ഓഫ് IAS. ഈ സ്റ്റോറി ഒന്നും അധികം പേര് കേട്ടിട്ടില്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ അദ്ദേഹത്തോട് പേഴ്സണലി ഇൻട്രാക്ട് ചെയ്യുമ്പോഴുള്ള ഒരു എക്സ്പീരിയൻസ്, അതിനെക്കുറിച്ച് ചില ഫീച്ചേഴ്സൊക്കെ വന്നിട്ടുണ്ട്, അദ്ദേഹം എങ്ങനെയാണ് വളരെ സ്ട്രോങ് ആയിട്ട് ഈ തീരുമാനം എടുത്തതെന്നുള്ളത്. സോ ദ ഫസ്റ്റ് തിങ്, ഇഫ് യു വാണ്ടഡ് ടു ചേഞ്ച് ദ സൊസൈറ്റി വിത്ത് സ്കെയിൽ and having an impact and you wanted to put a signature in this world, IAS is the best profession that you can help. രണ്ടാമത്തെ ഒരു കാരണം എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആൻഡ് സിവിൽ സർവീസ് ഗിവ്സ് എനോർമസ് ലേണിംഗ് ഓപ്പർച്യൂണിറ്റീസ്. കാരണം 2 വർഷം നിങ്ങൾ ഒരു പ്രത്യേക ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡായിട്ടായിരിക്കും ഇരിക്കുക, പെട്ടെന്ന് നിങ്ങൾ വേറൊരു ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മാറും. ഇപ്പോൾ ഫിഷറീസിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരാൾ അടുത്ത 2 വർഷം റവന്യൂവിലായിരിക്കും വർക്ക് ചെയ്യുക. അപ്പം ഈ ഒരു എക്സ്പോഷർ IAS എന്ന് പറയുന്ന ഒരു ജോബിനെ മറ്റ് ജോബിൽ നിന്ന് വേറിട്ട് നിർത്തുന്ന ഒരു കാര്യമാണ്. കാരണം വ്യത്യസ്തമായിട്ടുള്ള ഒരു മേഖലകളിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ഇൻ്റലക്ച്വൽ ക്യൂരിയോസിറ്റിയും അതോടൊപ്പം തന്നെ നമുക്ക് സെൽഫായിട്ടുള്ള ഗ്രോത്തും നമ്മുടെ നെറ്റ്വർക്കും ഒക്കെ വൈഡൻ ആവുകയാണ്. അപ്പം നിങ്ങൾ കൃത്യമായിട്ട് പുതിയ കാര്യങ്ങൾ പഠിക്കാൻ എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഐ തിങ്ക് IAS ഈസ് ദ പ്രൊഫഷൻ. ലൈഫ് ലോങ് ലേണിംഗ്. എക്സാക്ട്ലി. ഐ മീൻ അത് തന്നെയാണ് ഇപ്പം കോർപ്പറേറ്റ് സെക്ടറിലൊക്കെ ആൾക്കാർ പറയുന്നത്, യു നീഡ് ടു ഹാവ് ലൈഫ് ലോങ് ലേണിംഗ്. ഈ ലൈഫ് ലോങ് ലേണിങ്ങിൻ്റെ നല്ലൊരു ഉദാഹരണമാണ് ഓഫീസേഴ്സ്. ഇപ്പം നമ്മൾ ലീഡ് IASൽ ഒരുപാട് ഓഫീസേഴ്സിനെ നമ്മൾ ഇൻ്റർവ്യൂ ട്രെയിനിങ്ങിനൊക്കെ ആയിട്ട് വിളിക്കും. ആൻഡ് വൺ തിങ് ദാറ്റ് അമേസ്ഡ് മീ, ഈവൻ അറ്റ് ദ ഏജ് ഓഫ് 80s, and the officers hold a lot of command of what happens around them. കാരണം അവർ ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങളെ നോക്കിക്കാണുന്ന രീതി വളരെ ഇൻസ്പിറേഷണലാണ്. ആ സ്കിൽ സെറ്റ് എവിടെ നിന്ന് വരുന്നതെന്ന് വെച്ചാൽ ഈ ബ്രോഡർ ആയിട്ടുള്ള എക്സ്പോഷറിൽ നിന്നാണ്. സോ ഇഫ് യു ആർ സോ മച്ച് എക്സൈറ്റഡ് ടു ലേൺ അബൌട്ട് ന്യൂ തിങ്സ്, then this is the career. And the third most important thing is the opportunity to show resilience. And if you are someone really wanted to kind of come up with new ideas, and also you have the character of okay, എന്തെങ്കിലും ഒരു തടസ്സം ഉണ്ടായിക്കഴിഞ്ഞാൽ ഞാനിതെല്ലാം മറികടന്ന് ഇത് ഞാൻ ഇംപ്ലിമെൻറ്റ് ചെയ്യും എന്നുള്ളൊരു ആർജവം ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സർവീസാണെന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷേ ഇതിനെ ബാക്കിയുള്ളവർ കാണുന്ന ഒരു രീതി, സിവിൽ സർവീസ് ഒരു കരിയർ സെക്യൂരിറ്റി തരുന്നൊരു സർവീസ് ആണെന്നുള്ള രീതിയിലാണ്. പക്ഷേ ഞാനതിനെ ഈ കരിയർ സെക്യൂരിറ്റിനെ റിസൈലൻസുമായിട്ടാണ് കണക്ട് ചെയ്യുന്നത്. കാരണം എന്തിനാണ് ഗവൺമെൻറ് ഈ സെക്യൂരിറ്റി നിങ്ങൾക്ക് തരുന്നത് ഒരു ഓഫീസർക്ക്? ആർട്ടിക്കിൾ 311 പ്രകാരം ഇന്ത്യൻ സിവിൽ സർവൻറ്റിനെ പുറത്താക്കാൻ വേണ്ടി പ്രസിഡൻറ്റിനെ പറ്റുള്ളൂ. അത്രയ്ക്ക് സെക്യൂരിറ്റിയാണ്, ജോബ് സെക്യൂരിറ്റി അവർക്കുണ്ട്. പക്ഷേ ഇപ്പം കുറച്ച് ചേഞ്ചസുകളൊക്കെ നമ്മളിപ്പം ഇപ്പം ഗവൺമെൻറ്റിൻ്റെ തലത്തിൽ പെർഫോമിംഗ് അല്ലാന്നുണ്ടെങ്കിൽ ആളുകളെയൊക്കെ മെല്ലെ മാറ്റി നിർത്തുകയും വോളണ്ടറി റിട്ടയർമെൻറ്റ് എടുക്കാനൊക്കെ പറയുന്നുണ്ട്. പക്ഷേ സ്റ്റിൽ the career security is given to them to become more resilient. They do not have to fear anyone to implement any decision. If it is according to the law and if it is permissible by law, they can implement it. So അതുകൊണ്ട് തന്നെ ജോബ് സെക്യൂരിറ്റി എന്ന് പറയുന്നത് ജോബ് സെക്യൂരിറ്റിക്ക് വേണ്ടി അല്ല ഒരാൾ ശരിക്കും സിവിൽ സർവീസ് പേഴ്സ്യൂ ചെയ്യേണ്ടത്, മറിച്ച് ആ ജോബ് സെക്യൂരിറ്റി ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ ഓർത്താണ് ഒരാൾ സിവിൽ സർവീസിലേക്ക് വരേണ്ടത്. ഐ തിങ്ക് കുറച്ച് നീണ്ടുപോയി, എന്നാലും എനിക്ക് തോന്നുന്നു സിവിൽ സർവീസിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഐ തിങ്ക് ദേ ഷുഡ് തിങ്ക് അബൌട്ട് ദീസ് ത്രീ തിങ്സ്. ആർ യു എക്സൈറ്റഡ് ടു ചേഞ്ച് ദ വേൾഡ് ആൻഡ് ടു പുട്ട് എ സിഗ്നേച്ചർ ഇൻ ദിസ് വേൾഡ്, ദെൻ കം ടു സിവിൽ സർവീസ്. And are you someone who are excited to learn about new things? Then come to IAS. And are you someone so much excited and have the courage to
overcome your barriers and implement things for the society, then come to civil service. So this is my answer. ഓക്കെ സാർ, ഇപ്പോൾ പറഞ്ഞ ഈ റെസീലിയൻസ് വെച്ച് തന്നെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ പറയുന്ന ജോബ് സെക്യൂരിറ്റി നമുക്ക് കിട്ടിയിരിക്കുന്നത്, സാർ കണക്ട് ചെയ്തേക്കുന്നത് നമുക്ക് വി ഹാവ് ദാറ്റ് ഫ്രീഡം എന്തും ഇംപ്ലിമെൻറ്റ് ചെയ്യാം എന്നുള്ളൊരു ഇതിലേക്ക്. ബട്ട് അവിടെയും ഈ പൊളിറ്റീഷ്യൻസിനെ ഭയന്ന് നിൽക്കുന്ന കുറച്ചധികം ബ്യൂറോക്രാറ്റ്സ് ഉണ്ടാവും. ആൻഡ് ഈ ജോബ് സെക്യൂരിറ്റി ഉള്ളത് കൊണ്ട് തന്നെ അവർ പ്രൊആക്റ്റീവായിട്ട് പല തീരുമാനങ്ങളും എടുക്കണമെന്നില്ല. ലൈക്ക് അവർക്ക് അവരുടെ സേഫ്റ്റി നോക്കി നിൽക്കാം. പക്ഷെ അവർക്ക് പ്രൊആക്റ്റീവായി നിൽക്കണമെങ്കിൽ ഇഫ് ദേ ആർ വില്ലിങ് ടു ബ്രിങ് സം ചേഞ്ചസ്, ഈ പൊളിറ്റീഷ്യൻസിൻ്റെ ബാക്കിങ്ങും കൂടെ ഇവർക്ക് വേണം എന്നൊരു സിറ്റുവേഷൻ ഉണ്ടല്ലോ. പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് പല സിവിൽ സർവീസ് ഓഫീസേഴ്സിനും ത്രെട്ട് വരുന്നു, മേ ബി പൊളിറ്റിക്കൽ പാർട്ടീസിൽ നിന്നാവാം. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഇവർ ഓപ്പോസിറ്റ് ഫോഴ്സസ് ആണോ, അതോ ഹൗ ഡു ദേ വർക്ക് ആസ് കോംപ്ലിമെൻറ്റിങ് ഫോഴ്സസ്? ഓക്കെ, ഞാൻ കഴിഞ്ഞ ദിവസം ക്ലാസ് എടുക്കാൻ പോയപ്പോൾ ഒരു കോളേജിലെ ക്ലാസ് എടുക്കാൻ പോയി. അപ്പോൾ സിവിൽ സർവീസ് വളരെ അടിപൊളി സർവീസാണ്, ഇതേ ആൻസർ ഞാൻ അവിടെ പറഞ്ഞു. അപ്പോൾ ഒരു കുട്ടി പുറകെ നിന്ന് ചോദിച്ചൊരു കാര്യമാണിത്, എന്തിനാ ഇത് പസ് ചെയ്യുന്ന, അവസാനം പൊളിറ്റീഷ്യൻസ് പറയുന്ന പോലെ ചെയ്യാൻ വേണ്ടിയിട്ടല്ല എന്നുള്ളത്. എനിക്ക് തോന്നുന്നു ഇതൊരു വ്യാപകമായിട്ട് ആളുകൾ നിലനിർത്തി പോരുന്ന ഒരു പെർസ്പെക്റ്റീവാണ്. അതൊരു തെറ്റിദ്ധാരണയാണോ? തെറ്റിദ്ധാരണയാണോന്ന് ചോദിച്ചാൽ ഏറെക്കുറെ ആണെന്ന് തന്നെ പറയേണ്ടി വരും. ഞാൻ പറയാം. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് നമ്മുടെ ഡെമോക്രാറ്റിക് സിസ്റ്റമാണ്. ഇതിൽ ഒരു ബ്യൂറോക്രാറ്റ് എന്ന് പറയുന്നത് ഓൾവേസ് അക്കൗണ്ടബിൾ ടു പൊളിറ്റീഷ്യൻസ്. കാരണം എന്ന് വെച്ചാൽ പൊളിറ്റീഷ്യൻസ് ആർ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് പീപ്പിൾ അല്ലേ. അപ്പം ആ ഒരു ഡെമോക്രാറ്റിക് സിസ്റ്റത്തിൽ ഇറ്റ് ഈസ് മാൻഡേറ്റഡ് ദാറ്റ് ദ ബ്യൂറോക്രാറ്റ് ഷുഡ് ബി അക്കൗണ്ടബിൾ ടു ദ പൊളിറ്റീഷ്യൻസ്. അതിലൊരു തെറ്റില്ല. ഓക്കെ, അതുകൊണ്ട് ആ ഒരു കൺസ്ട്രെയിൻ്റെ ഉള്ളിൽ തന്നെയാണ് അത് വർക്ക് ചെയ്യുന്നത്. അതൊരു കൺസ്ട്രെയിൻ ആണോ എന്ന് ചോദിച്ചാൽ ഒരു പരിധിവരെ ആണതാണ്. പക്ഷേ ആക്ച്വലി നമ്മുടെ ഓഫീസേഴ്സിനേക്കാളും ആളുകളോട് ഇടപഴകി അവരുടെ ശരിക്കുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നത് രാഷ്ട്രീയക്കാരാണ്, ഓഫീസേഴ്സ് അല്ല. അപ്പോൾ ഓഫീസേഴ്സിന് ലോയിനെ കുറിച്ച് അറിയായിരിക്കും, ടെക്നിക്കൽ നോഹവ് ഉണ്ടാവും, അതോടൊപ്പം തന്നെ പല കാര്യങ്ങളിലും അവർ ഇൻ്റലക്ച്വലി ബ്രില്യൻ്റ് ആയിരിക്കും. പക്ഷേ ആൾക്കാരുടെ ശരിയായ പ്രോബ്ലംസ് കൃത്യമായി മനസ്സിലാക്കുകയും അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും അതിന് പ്രാക്ടിക്കലായിട്ട് സൊല്യൂഷൻ കണ്ടുപിടിക്കാനുള്ള ഒരു വേവ് ലെങ്തും ആ ഒരു സ്കിൽ സെറ്റും എനിക്ക് തോന്നുന്നു കൂടുതലുള്ളത് പൊളിറ്റീഷ്യൻസിനായിരിക്കും. ഒരുപാട് ഓഫീസേഴ്സിനോട് ഇപ്പം നമ്മുടെ സ്റ്റുഡൻസ് തന്നെയാണെങ്കിലും ഒരുപാട് പേര് സിവിൽ സർവീസിലേക്ക് കയറിയിട്ടുണ്ടല്ലോ, അവരോടൊക്കെ ഞാൻ ഈ ചോദ്യം ചോദിക്കാറുണ്ട്. പക്ഷെ അവർക്കൊക്കെ അതിനെക്കുറിച്ച് വളരെ പോസിറ്റീവായ മറുപടിയുള്ളത്. കാരണം ഓഫീസേഴ്സ് തിങ്സ് അബൌട്ട് പൊളിറ്റീഷ്യൻസ് വെരി റെസ്പെക്ട്ഫുള്ളി. കാരണം അവർക്കില്ലാത്ത പല കാര്യങ്ങളും പൊളിറ്റീഷ്യൻസാണ് അവർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്ത് അവരുടെ എക്സ്പീരിയൻസും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഷാരോൺ പറഞ്ഞതുപോലെ ഒരു കോൺട്രഡിക്ടറി കാര്യമോ അല്ലെങ്കിൽ ഒരു കൺസ്ട്രെയിൻ ആയിട്ടോ കാണുന്നതിന് പകരം നമ്മുടെ ഡെമോക്രാറ്റിക് സിസ്റ്റത്തിനെ കുറച്ചും കൂടെ ബ്യൂട്ടിഫുൾ ആക്കുന്നത്, ഇമ്പാക്ട്ഫുൾ ആക്കുന്നത് ഇവരുടെ കോമ്പിനേഷനാണ്. ഓക്കെ, ഇതിൽ വേറൊരു കാര്യം കൂടെ ചൂണ്ടിക്കാണിക്കേണ്ടതുണ്ട്. 2017 ഇന്ത്യൻ സിവിൽ സർവീസ് എക്സാമിന് ഫസ്റ്റ് റാങ്ക് കിട്ടിയ ആൾ അനുദീപ് ദുരി ഷെട്ടിയാണ്. അനുദീപ് ദുരി ഷെട്ടി ഒരു പ്രൈവറ്റ് സെക്ടറിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കറായിരുന്നു. ഹി റിസൈൻ ഫ്രം ദ ജോബ് ആൻഡ് ഹി ഗോട്ട് ദ ഫസ്റ്റ് റാങ്ക് ഇൻ ഹിസ് 5th attempt. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആർട്ടിക്കിൾസ് ഒക്കെ ഞാൻ പ്രിപ്പയർ ചെയ്തിരുന്ന സമയത്ത് ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം സിവിൽ സർവീസ് കിട്ടിയ ഒരു 4 years കഴിഞ്ഞതിന് ശേഷം എനിക്ക് തോന്നുന്നു റീസെൻ്റ്ലി എഴുതിയൊരു ആർട്ടിക്കിൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ വർക്ക് ചെയ്യുന്നിടത്ത് എവിടെയാണ് ഈ ഹൈറാർക്കികൾ ഇല്ലാത്തത്? എവിടെയും നമ്മളിപ്പോൾ പ്രൈവറ്റ് സെക്ടറിൽ വർക്ക് ചെയ്യാനും അവിടെ നമുക്ക് ആളുകളോട് അക്കൗണ്ടബിൾ ആണ്. ഇഫ് യു ആർ വർക്കിംഗ് ആസ് എ ടോപ്പ് ലെവൽ മാനേജർ, ദർ വിൽ ബി എ വൈസ് പ്രസിഡന്റ് ഓർ ഡയറക്ടർ അബോവ് യു. നമ്മൾ അവർ പറയുന്ന തീരുമാനങ്ങളാണ് അനുസരിക്കേണ്ടത്, ശരിയല്ലേ? അപ്പം നമുക്ക് എവിടെയാണ് ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യാൻ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പറ്റുക? അത് ഗവൺമെൻറ് ആണെങ്കിലും ശരിയാണ്, പ്രൈവറ്റ് സെക്ടർ ആണെങ്കിലും ശരിയാണ്. അപ്പം ഈ രീതിയിലുള്ളൊരു പെർസ്പെക്റ്റീവാണ് എനിക്ക് ഈ ഒരു ചോദ്യത്തെക്കുറിച്ചുള്ളത്. പൊളിറ്റീഷ്യൻസ് ആർ really good in understanding people's problem, and actually that intelligence is complemented by the officers. And രണ്ടാമത്തെ കാര്യം, this hierarchy is part and parcel of our institutionalized existence. So ആ ഒരു ആസ്പെക്റ്റും കൂടെ അതിനകത്തുണ്ട്. പിന്നെ വേറൊരു കാര്യം എനിക്ക് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ പല കേസിലും ഡിസ്റെസ്പെക്ട്ഫുൾ ആയിട്ട് പൊളിറ്റീഷ്യൻസ് പെരുമാറുന്നത് പലപ്പോഴും കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് റീസെൻ്റ്ലി ആണെന്നുണ്ടെങ്കിലും ബീഹാറിലും അതോടൊപ്പം തന്നെ ഉത്തർപ്രദേശിലൊക്കെ അങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിനെ നമ്മൾ കാണേണ്ടത് ഒരു എക്സെപ്ഷണൽ തിങ് എന്നുള്ള രീതിയിലാണ്, അതല്ല ജനറലി സംഭവിക്കുന്നത്. പുറത്തുനിന്ന് നോക്കുമ്പോൾ മാധ്യമങ്ങൾ ഇതിനെ പോർട്രേ ചെയ്യുമ്പോഴത്തേനും ഇതാകപ്പാടെ ഇൻഫ്ലേറ്റഡ് ആയിട്ട് കാണുന്നതിൻ്റെ ഒരു പ്രശ്നമാണ്. ജനറലി അങ്ങനെയല്ല, അങ്ങനത്തെ ഇൻസിഡൻസ് ഉണ്ടാവാറുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നത് അതൊരു ബ്യൂറോക്രാറ്റ്സിനെ നെഗേറ്റ് ചെയ്യുന്നതിനേക്കാൾ ഒരു ബേസിക് ഹ്യൂമൻ റെസ്പെക്റ്റിൻ്റെ ഭാഗമാണ്. അതൊരു ഓഫീസറിന് കൊടുക്കേണ്ട റെസ്പെക്റ്റിനേക്കാളും അപ്പുറത്തേക്ക് ആളുകൾ പരസ്പരം റെസ്പെക്റ്റ് ചെയ്യണ്ടേ. അപ്പോൾ അതുപോലും ചെയ്യാൻ പറ്റാത്തപ്പോഴാണ് നമ്മൾ പലപ്പോഴും അത് പൊളിറ്റീഷ്യൻസ് പലപ്പോഴും ഉപയോഗിക്കുന്നു എന്നൊക്കെയുള്ളൊരു തോന്നലുണ്ടാവുന്നു. പക്ഷേ വി ഷുഡ് ഓൾസോ അക്നോളജ് corruption also pervades in our society. അതായത് കറപ്റ്റ് പ്രാക്ടീസിൽ ഓഫീസേഴ്സ് കൊലൂഡ് ചെയ്യുന്ന സന്ദർഭങ്ങളുണ്ട്, ഇല്ല എന്നല്ല. പക്ഷേ ലാർജ്ലി ദ ബ്യൂറോക്രസി
റിമെയിൻഡ്, എനിക്ക് തോന്നുന്നു ആ ഒരു പൊളിറ്റിക്കൽ കറപ്ഷൻ്റെ ഭാഗമാകാതെ തന്നെ നിൽക്കുന്ന ഒത്തിരി ഓഫീസേഴ്സും നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഓഫീസേഴ്സും ഉണ്ട്. ഓക്കെ സാർ, ഇപ്പം അനുദീപ് ഷെട്ടിയുടെ കാര്യം പറഞ്ഞല്ലോ. അപ്പം ഹി വാസ് എ ഫസ്റ്റ് റാങ്ക് ആൻഡ് ഹി കെയിം ഫ്രം ദാറ്റ് ഇൻവെസ്റ്റ് ബാങ്കിങ്. ഓക്കെ, സോ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഏതൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവർക്കാണ് ശരിക്കും പറഞ്ഞാൽ സിവിൽ സർവീസിന് പ്രിപ്പയർ ചെയ്യാൻ പറ്റുക? ലൈക്ക് ജസ്റ്റ് ഔട്ട് ഓഫ് കോളേജ് വരുന്ന കുട്ടികളാണോ, അതോ ഓൾറെഡി വർക്ക് ചെയ്തവർക്ക് പ്രിപ്പയർ ചെയ്യാമോ? അതിനെന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ ക്രൈറ്റീരിയ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? UPSC പറയുന്നത് നിങ്ങൾക്കൊരു ബേസിക് ഗ്രാജുവേഷൻ വേണം, 21 വയസ്സാവണം. ഇതൊക്കെയാണ് ബേസിക് ആയിട്ട് പറയുന്ന കാര്യങ്ങൾ. അതിനകത്ത് നിങ്ങൾക്ക് കിട്ടുന്ന മാർക്കൊന്നും അതിനകത്ത് പ്രസക്തമല്ല. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും സിവിൽ സർവീസിലേക്ക് എഴുതാൻ വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കാം. അത് നിങ്ങൾ 20 വയസ്സാകുമ്പോൾ ഡിഗ്രി കംപ്ലീറ്റ് ആവുന്ന ഒരു വർഷം തന്നെ നിങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ട് തയ്യാറെടുത്ത് തുടങ്ങുകയും പരീക്ഷ എഴുതുകയും ചെയ്യാം. ഒരുപാട് പേര് സിവിൽ സർവീസ് എഴുതാൻ വേണ്ടി വരുന്നത് 30-32 വയസ്സ് കഴിഞ്ഞിട്ടാണ്. അപ്പം അവരുടെ വീട്ടിൽ 2 കുട്ടികളുണ്ട്, ഇപ്പം 3 കുട്ടികളുണ്ട്. ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം ഇൻ്റർവ്യൂവിന് പോയ ഒരാൾ, I mean, they are running a family, and 2 കുട്ടികളുണ്ട്. I mean, she still managed to reach till interview. കാരണം ഇതിൻ്റെ ഇടയിൽ, ഈ ബഹളത്തിൻ്റെ ഇടയ്ക്കാണ് ഇതൊക്കെ പഠിച്ച് അവർ എഴുതുന്നത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ 2023 ഇൻ്റർവ്യൂവിന് ടോപ്പ് മാർക്ക് മേടിച്ച ഡോക്ടർ തസ്ലീം, എനിക്ക് തോന്നുന്നു 34 ഏജിലാണ് സിവിൽ സർവീസ് കരസ്ഥമാക്കുന്നത്. അപ്പം പലർക്കും വേറൊരു പെർസ്പെക്റ്റീവ് ഉണ്ട്, ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ പ്രായം കൂടിയിരിക്കുന്നത് പ്രശ്നമാകുന്നത്. പക്ഷേ തസ്ലീമിനാണ് ഇൻ്റർവ്യൂവിൻ്റെ ടോപ്പ് മാർക്ക്, ഷീ ഈസ് 34. ഓക്കെ, അപ്പം പ്രായമൊന്നും ഇതിനൊരു തടസ്സമല്ല, നമ്മുടെ എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് തടസ്സമല്ല. ഏത് എഡ്യൂക്കേഷനാണ് നിങ്ങൾ പേഴ്സ്യൂ ചെയ്യുന്നതെന്നുള്ളതും പ്രശ്നമല്ല. ഹ്യൂമാനിറ്റീസ് ബാക്ക്ഗ്രൗണ്ടിലുള്ള ആളുകൾക്കും എഞ്ചിനീയേഴ്സിനും ഡോക്ടേഴ്സിനും അവരെല്ലാം ഈ സിവിൽ സർവീസ് എക്സാം പാസ്സാവുന്നുണ്ടല്ലോ. ഇതിലിപ്പോൾ ഒരു ജെൻഡർ പെർസ്പെക്റ്റീവും കൂടെ വരാമല്ലോ. ഇപ്പം സ്ത്രീകൾക്ക് ഇതിലേക്ക് വരുമ്പം മാരേജ് ഒരു പ്രശ്നമാകാം, അല്ലെങ്കിൽ കുട്ടികളുള്ളതൊരു പ്രശ്നമാകാം. അതും അല്ലെങ്കിൽ ഇപ്പം വൺസ് ഇവർ പ്രിപ്പറേഷൻ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു എത്ര അറ്റംപ്റ്റ്സ് ഇവർക്ക് കൊടുക്കാൻ പറ്റും, ഇവർ ഈ ലൂപ്പിൽ തന്നെ ആയി പോകുമോ, അങ്ങനെ കുറച്ചധികം കൺഫ്യൂഷൻസ് ആസ്പിറൻസിന് ഉണ്ടാവാറുണ്ട് ഇതിലേക്ക് വരുമ്പോൾ. അപ്പം അതിനെപ്പറ്റി എന്താണ് സാർ, ലൈക്ക് ഹൗ മെനി അറ്റംപ്റ്റ്സ് ക്യാൻ ദേ ഗിവ്? അതിപ്പോൾ സ്ത്രീ ആണെങ്കിലും ലൈക്ക് ജെൻഡർ പെർസ്പെക്റ്റീവ് ഒന്നും നോക്കാതെ തന്നെ നോക്കുകയാണെങ്കിൽ ഹൗ മെനി അറ്റംപ്റ്റ്സ്? ഓക്കെ, ഐ എം വെരി ഗ്ലാഡ് ദാറ്റ് യു ബ്രോട്ട് ദിസ് ജെൻഡർ ആംഗിൾ ടു ദിസ് എക്സാം. കാരണം ഇറ്റ് ഈസ് സംതിങ് ദാറ്റ് ഐ റിയലി പോണ്ടർ ഓൺ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ ലീഡ് IAS അക്കാഡമിയിൽ അഡ്മിഷൻ എടുക്കുന്ന കുട്ടികളിൽ ഏകദേശം 50% പെൺകുട്ടികളാണ്. ഓക്കെ, മറ്റ് അക്കാഡമികളിൽ അങ്ങനെ തന്നെയാണെന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷേ സിവിൽ സർവീസ് പരീക്ഷയുടെ മെയിൻസ് ഇവിടെ തിരുവനന്തപുരത്ത് നടക്കുമ്പോൾ നമ്മൾ ആ സെൻറ്ററിൽ പോയി കഴിഞ്ഞാൽ മൊത്തം ആളുകളിൽ ഏകദേശം 20% താഴെ പെൺകുട്ടികളെ നിങ്ങൾ അവിടെ കാണുള്ളൂ, അല്ലെങ്കിൽ ഒരു 30% താഴെ, വളരെ കുറവാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം എന്താണെന്നറിയോ? ഈ സിവിൽ സർവീസ് പരീക്ഷയിൽ ഒരു 2-3 മിനിമം 4 അറ്റംപ്റ്റൊക്കെ ചിലപ്പം ആളുകൾക്ക് എടുക്കും. നമ്മുടെ നാട്ടിൽ ഏത് പെൺകുട്ടീനെയാണ് 4 വർഷം നീ മോളെ ഇതിനു വേണ്ടി പഠിച്ചോ എന്ന് പറഞ്ഞ് ഒരച്ഛനും അമ്മയെ സപ്പോർട്ട് ചെയ്യുക? ഒരു തവണ വിടും, പരാജയപ്പെടും, വേണമെങ്കിൽ ഒരു വട്ടം കൂടെ ചെയ്തോളാൻ പറയും, അല്ലേ? എന്നിട്ട് 2 വട്ടം കഴിയുമ്പോഴേക്കും കല്യാണമായി, ജോലിയായി, ആകുലതയായി, വേവലാതിയായി. പക്ഷേ ഇവിടെ സിവിൽ സർവീസ് കിട്ടിയിട്ടുള്ള പെൺകുട്ടികളിൽ ഭൂരിഭാഗം പേരുടെ അച്ഛനും അമ്മയും പെൺമക്കളെ ആക്ച്വലി 2-3 വട്ടം പരാജയപ്പെട്ടാലും അവരുടെ കരുത്തിലും അവരുടെ വിശ്വാസത്തിലും അവരെ സപ്പോർട്ട് ചെയ്ത് മോളെ പഠിച്ചോ എന്ന് പറഞ്ഞ് കാത്തിരുന്ന അച്ഛനൊന്നുമാരും. അപ്പോൾ അവരുടെ സപ്പോർട്ട് സിസ്റ്റം ഈസ് എക്സ്ട്രീംലി ഇമ്പോർട്ടൻറ്റ്. ജനറൽ റാങ്ക് കൊണ്ടുവന്നുകൊണ്ട് മാത്രം. ആൻഡ് UPSC ഓൾസോ വാണ്ടഡ് ടു പ്രൊമോട്ട് മോർ വുമൺ ഇൻ ടു ദ സിവിൽ സർവീസ്. എനിക്ക് തോന്നുന്നു ഇതുവരെ നടത്തിയുള്ള സിവിൽ സർവീസ് എക്സാമിൽ ഏറ്റവും കൂടുതൽ പെൺകുട്ടികൾ വിജയിച്ച ഒരു പരീക്ഷ എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ 2024 റിസൾട്ടാണ്. ഏതാണ്ട് 33% പെൺകുട്ടികളാണ് വിജയിച്ചിട്ടുള്ളത്. പിന്നെ ഒരു വർഷത്തെ മുമ്പത്തെ വർഷമാണെന്ന് തോന്നുന്നു ഫസ്റ്റ് റാങ്ക് കിട്ടിയ 5 പേരോ 3 പേരോ പെൺകുട്ടികളാണ്. അപ്പോൾ പെൺകുട്ടികൾ കൂടുതലായിട്ട് സിവിൽ സർവീസിലേക്ക് വരുന്നുണ്ട്. പിന്നെ പെൺകുട്ടികൾക്ക് സിവിൽ സർവീസിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഫീസില്ല. അതോടൊപ്പം തന്നെ കഴിഞ്ഞ തവണ UPSC ചെയ്തൊരു കാര്യമാണ്, UPSCയുടെ നോട്ടിഫിക്കേഷൻ്റെ എല്ലാ പേജിലും വുമൺ മസ്റ്റ് കം ഫോർവേഡ് ആൻഡ് അപ്ലൈ ഫോർ ദിസ് എക്സാം എന്ന് എല്ലാ പേജിൻ്റെയും ബോട്ടം ലൈൻ ആയിട്ട് എഴുതിയിരിക്കും. ഒരു 86 പേജിൻ്റെ ഡോക്യുമെൻ്റാണ്. അപ്പോൾ UPSC അത്രമാത്രം ഇൻക്ലൂസീവ് ആക്കാൻ വേണ്ടി, സിവിൽ സർവീസിനെ ഇൻക്ലൂസീവ് ആക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അപ്പം സിൻസ് യു ബ്രോട്ട് ദാറ്റ് ജെൻഡർ ആംഗിൾ ടു ദിസ് ക്വസ്റ്റ്യൻ, ഐ വാസ് ജസ്റ്റ് ടെല്ലിങ് ദിസ്. പിന്നെ രണ്ടാമത്തെ ആംഗിൾ എന്ന് പറയുന്നത് ഇത് എത്ര കൊല്ലം ഇതിനു വേണ്ടി ഇരിക്കണം എന്നുള്ളതാണ്. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. അതൊരാളുടെ ഇൻഡിവിജ്വൽ ചോയ്സാണ്. കാരണം ഒരുപാട് കാര്യങ്ങൾ എത്ര വട്ടം ഈ സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് പഠിക്കണം എന്നുള്ളതിനെ കുറിച്ചിട്ട് നമുക്ക് ഒരുപാട് ഫാക്ടേഴ്സ് വെച്ചിട്ടാണ് നമ്മളതിനെ വിലയിരുത്തുന്നത്. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ സപ്പോസ് എൻ്റെ ഫാമിലി സപ്പോർട്ടാണ്, ഓക്കെ, എനിക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ സ്പേസും കംഫർട്ടും കുഷനിങ്ങും ഉണ്ട്.
ഓക്കെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഐ വുഡ് സേ ദാറ്റ് യു ഷുഡ് ഗോ ഫോർ 3 or 4 അറ്റംപ്റ്റ് ഇഫ് യു ആർ നോട്ട് ഗെറ്റിംഗ് ദ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രിവിലേജ് ഉണ്ട്, കാരണം നിങ്ങളുടെ ഫാമിലി സപ്പോർട്ടാണ്, ആൻഡ് യു ടേക്ക് ദാറ്റ് ലെവറേജ് ഓഫ് ദാറ്റ് പ്രിവിലേജ്. ഓക്കെ. ദാറ്റ് ഈസ് മൈ കൺസെപ്റ്റ്. ഓക്കെ, അല്ലാതെ നമ്മൾ വെറുതെ ബോധർ ചെയ്യേണ്ട കാര്യമില്ല. എനിക്കിപ്പോൾ തന്നെ ഞാനിപ്പം ആക്ച്വലി എനിക്ക് ജോലി ഇല്ലെങ്കിൽ എന്തോ പ്രശ്നമാവുന്ന അനാവശ്യമായിട്ട് ബോധർ ചെയ്യേണ്ട കാര്യം അവർക്കില്ല, ആൻഡ് ദേ ആർ ബ്ലെസ്ഡ് ഇൻ ദാറ്റ് വേ. So that is my attitude, that is my perspective on this, whether you need to continue or not after 2 failures or 3 failures. പക്ഷേ ഐഡിയലി സിവിൽ സർവീസ് പരീക്ഷ പാസ്സാകാൻ വേണ്ടി കറക്റ്റ് ഗൈഡൻസ് ഉണ്ടെങ്കിൽ 10 മാസമാണ് വേണ്ടത്. ഓക്കെ. പക്ഷേ ഈ എക്സാമിൻ്റെ നേച്ചർ വളരെ കോമ്പറ്റീറ്റീവ് ആയതുകൊണ്ട് നാച്ചുറലി പല ആളുകളും 2 അറ്റംപ്റ്റെങ്കിലും മിനിമം എഴുതാൻ നോക്കാറുണ്ട്. 2 അറ്റംപ്റ്റ് വളരെ സോൾഡായിട്ട് കൊടുത്താൽ ഒന്നാമത്തെ അറ്റംപ്റ്റിലെ മിസ്റ്റേക്കൊക്കെ സോൾവ് ചെയ്ത് രണ്ടാമത്തെ അറ്റംപ്റ്റിൽ കയറാൻ വേണ്ടി പറ്റേണ്ടതാണ്. UPSCയുടെ സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്ത് നോക്കിയാലും ഈ 2-3 അറ്റംപ്റ്റിലാണ് കൂടുതൽ ആൾക്കാർ കയറുന്നത്. ഒന്നാമത്തെ അറ്റംപ്റ്റിൽ തന്നെ കയറുന്നത് ഒരു 14% പേർക്കേ ഉണ്ടാവുള്ളൂ. UPSCയുടെ ആനുവൽ റിപ്പോർട്ടിൽ അങ്ങനെയാണ് പറയുന്നത്. അപ്പം ഐഡിയലി യുവർ പ്രോബബിലിറ്റി ഓഫ് ബിക്കമിങ് എ സിവിൽ സെർവൻറ്റ് ഗെറ്റ് പീക്ഡ് അറ്റ് 3rd or 4th അറ്റംപ്റ്റ്, അപ്പോൾ 2nd അറ്റംപ്റ്റിലും കുറച്ചുകൂടെ ഉണ്ട്. അപ്പോൾ അതായത് കൂടുതൽ അവസരങ്ങൾ എടുക്കുന്നതിനനുസരിച്ച് നിങ്ങളുടെ ചാൻസസ് കിട്ടാനുള്ള പ്രോബബിലിറ്റി കൂടിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇറ്റ് ഈസ് ഓൾവേസ് എ ഗുഡ് തിങ് ദാറ്റ് യു ആർ അറ്റംപ്റ്റിംഗ് മോർ. പക്ഷേ അവിടുത്തെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ട് ഈസ് യുവർ സപ്പോർട്ട് സിസ്റ്റം, വാട്ട് ഈസ് യുവർ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട്. ഓൾറൈറ്റ്, ഇതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കൺസിഡർ ചെയ്യേണ്ടത്. ഓക്കെ. പിന്നെ പലരും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, 3, 4, 5 അറ്റംപ്റ്റ് ഒക്കെ ഇതിന് കൊടുത്തിട്ട് എനിക്ക് പിന്നെ ഒരു ജോബ് കിട്ടാൻ പാടായിരിക്കുമോ, ഓക്കെ എന്ന് ചിന്തിക്കുന്ന ഒരാൾക്കാരുണ്ട്. വിൽ ഐ ബിക്കം വർത്ത്ലെസ്? And that fear actually gripped a lot of students. So let me tell you that. And the self-worthiness is actually how you build it. അതായത് 2, 3, 4, 5 വട്ടം സിവിൽ സർവീസ് പരീക്ഷ പരാജയപ്പെട്ടാലും ദാറ്റ് ഷുഡ് നോട്ട് അഫക്റ്റ് യുവർ സെൽഫ് വർത്ത്. കാരണം ഒരുപാട് കുട്ടികൾ ഈ സിവിൽ സർവീസ് പരീക്ഷ പലവട്ടം കയറാതിരുന്നിട്ടും ആൻഡ് ദേ പിവറ്റ് ടു സം അതർ ഫീൽഡ് ആൻഡ് ദേ ഡൂയിങ് എക്സെപ്ഷണലി വെൽ ഇൻ ദാറ്റ് ഫീൽഡ്. കാരണം എന്താണെന്നറിയോ? കാരണം സിവിൽ സർവീസ് പരീക്ഷ എഴുതുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? ഇൻറ്റൻസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരാൾ ഒരു ക്വസ്റ്റ്യൻ ബ്രേക്ക് ഡൗൺ ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാമെന്ന് നടത്തും. ഒരു പ്രോബ്ലത്തിനെ നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന രീതി നമ്മൾ സിവിൽ സർവീസ് എക്സാമിന് മെയിൻസിൽ പഠിക്കുന്ന ഒരു കാര്യമാണ്. സ്പോണ്ടേനിയസ് ആയിട്ട് റെസ്പോണ്ട് ചെയ്യാൻ അതിന് സിവിൽ സർവീസിന് പഠിക്കുന്നുണ്ട്. അവൈലബിൾ ആയ നോളജ് വെച്ചിട്ട് കറക്റ്റായിട്ടുള്ള ആൻസറിലേക്ക് എത്താനുള്ള ഒരു സ്കിൽ സെറ്റ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഡു യു നോ ദീസ് ആർ ദ സ്കിൽസ് ആർ ഹൈലി വാല്യൂഡ് ഇൻ എനി ജോബ് പ്രൊഫൈൽ. Right. So if you are genuinely invested in civil service preparation and you are developing these critical skills which are monetarily valued across all different fields, once you recognize that, okay, civil service exam കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല വിഷയം, മറിച്ച് നിങ്ങൾ എവിടെ പോയാലും you are built to have that resilience, built to have that skill set so that you will be excelling in everywhere. അതൊരു വലിയൊരു കാര്യമാണ്. പക്ഷേ പല കുട്ടികളും അത് മനസ്സിലാക്കുന്നില്ല. സോ യു ഡോണ്ട് ഹാവ് ടു വറി അബൌട്ട് വെദർ യു വിൽ ബിക്കം വർത്ത്ലെസ്. സോ ഞാൻ കഴിഞ്ഞ വട്ടം നമ്മുടെ സിവിൽ സർവീസിൽ ഇവിടെ എല്ലാ വർഷവും മെയിൻസ് എഴുതുന്ന ഒരു കുട്ടി ഉണ്ടായിരുന്നു. സോ ഹി ഗോട്ട് ഇൻ ടു ഇൻഷുറൻസ് റെഗുലേറ്ററി അതോറിറ്റീസ് റീസെൻ്റ്ലി. അപ്പം ഇത് സിവിൽ സർവീസ് ഇത് ഇൻഷുറൻസ് റെഗുലേറ്ററി അതോറിറ്റിയിൽ കിട്ടിയതിന് ശേഷം ഇവരെന്നെ കാണാൻ വേണ്ടിയിട്ട് വന്നിരുന്നു. അപ്പം ഐ വാസ് വെരി ക്യൂരിയസ്. 6 അറ്റംപ്റ്റ് മെയിൻസ് എഴുതി, ബട്ട് ഹി ഡിഡ് നോട്ട് മേക്ക് ഇറ്റ്. സോ ഞാൻ ചോദിച്ചു, ഇതുകൊണ്ട് നിനക്ക് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല, വൈ ഡിഡ് യു കണ്ടിന്യൂ ടു അറ്റംപ്റ്റ് ഇറ്റ്, ആൻഡ് പിന്നെ ഇത് എഴുതാനൊക്കെ ഉള്ളൊരു ധൈര്യം വന്നത് എങ്ങനെയാണ്? പുള്ളി പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാനത് വേറൊരു എക്സാം എഴുതി എനിക്ക് കയറാമെന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. കാരണം ഞാനിവിടെ കുറേ കാര്യങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഐ ക്യാൻ യൂസ് ദോസ് സ്കിൽ സെറ്റ് ആൻഡ് എക്സ്പെർട്ടൈസ് ഇൻ വേരിയസ് അതർ സെക്ടർ ഈസിലി. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എത്ര അറ്റംപ്റ്റ് എടുക്കണം വേണ്ടയോ എന്നുള്ളതൊരു ഇൻഡിവിജ്വൽ ചോയ്സാണ്, ആൻഡ് ദാറ്റ് ഈസ് ബേസ്ഡ് ഓൺ സർക്കംസ്റ്റാൻസസ്. പക്ഷേ ആ തീരുമാനം എടുക്കുന്നതിൽ അനാവശ്യമായിട്ടുള്ള സെൽഫ് വർത്തിനെ കുറിച്ചിട്ടൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. പിന്നെ ഒരു പ്രശ്നം എനിക്ക് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഒരു 3 അറ്റംപ്റ്റൊക്കെ കഴിഞ്ഞിട്ട് വേറൊരു ജോലിക്ക് ശ്രമിക്കുമ്പോൾ കയറാൻ കുറച്ച് ഒരു പ്രയാസം ഉണ്ടാവും. കാരണം പീപ്പിൾ വിൽ ബി മോർ പ്രിഫറിങ് മോർ എക്സ്പീരിയൻസ്ഡ് പീപ്പിൾ. അപ്പം അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടാകും. പക്ഷെ അതിന് പ്രാക്ടിക്കലായ സജഷൻസ് ഉണ്ട്. അതായത് നിങ്ങൾ പ്രൈവറ്റ് സെക്ടറിലേക്കാണ് പോകുന്നതെങ്കിൽ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ ഒരു കുറച്ചൊരു എക്സ്പീരിയൻസ് എവിടെന്നെങ്കിലും സംഘടിപ്പിക്കാം. നോട്ട് മോണിറ്ററിലി റിവാർഡിങ് ആയിരിക്കും, പക്ഷേ ഒരു ചെറിയൊരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഒരു ചെറിയൊരു സർട്ടിഫിക്കറ്റ് കോഴ്സ് അത് ചെയ്യാം. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ തന്നെ കരിയർ പിവറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, സോ ഓൾസോ അനദർ വേ എന്ന് പറയുന്നത് നമുക്ക് ജോലി ചെയ്തുകൊണ്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം നിങ്ങൾക്ക് ഫിനാൻഷ്യലി കൺസ്ട്രെയിൻസ് ഉണ്ട്, 3 വട്ടം 4 വട്ടം എഴുതാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ വാട്ട് യു ക്യാൻ ഡൂ ഇസ് ദാറ്റ്
ഒരു കാര്യം ചെയ്യുക, അതായത് 2 വട്ടം ഇൻറ്റൻസ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഫൗണ്ടേഷൻസ് ഒക്കെ സ്ട്രോങ് ആവും. പിന്നെ നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് നിർത്തിയാൽ മതി. അപ്പം നമ്മൾ ഈ ഫീൽഡിൽ നിന്ന് വിട്ടു പോവുകയാണ്, ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് മാറി ജോലി എടുക്കാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു എൻഷുർ ദാറ്റ് യു ആർ കണ്ടിന്യൂയിങ് വിത്ത് സിവിൽ സർവീസ് പ്രിപ്പറേഷൻ with some update. It can be through a current affairs program, it can be through a writing program, or it can be by attending a regular classes once in a week or so. So you are still connected to the ecosystem in your own way. staying on track. അപ്പം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്കിവിടെ ആണെങ്കിലും പല കോഴ്സുകളും സിവിൽ സർവീസ് 2-3 വട്ടം എഴുതിയ ആൾക്കാർക്ക് വീണ്ടും അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ ഒരു സഹായം എന്നുള്ള രീതിയിൽ ബൗൺസ് ബാക്ക് അതുപോലെയുള്ള പ്രോഗ്രാംസ് ഉള്ളത്. ഇറ്റ് ഹെൽപ്പ് ദം ടു സ്റ്റേ ഓൺ ട്രാക്ക്. സോ ഇതാണ് ചുരുക്കി പറയുന്നത്. അതായത് എത്ര അറ്റംപ്റ്റ് വേണമെന്നുള്ളത് ഇറ്റ്സ് ഡിപ്പെൻഡ് അപ്പോൺ യുവർ ഫൈനാൻഷ്യൽ പൊസിഷൻ ആൻഡ് യുവർ കരിയർ തോട്ട്. പിന്നെ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഓൾസോ ഗുഡ് ദാറ്റ് നിങ്ങളിങ്ങനെ ഒരു ലൂപ്പിൽ പെട്ട് പോകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള പേടിയുണ്ടോ എന്നുണ്ടെങ്കിൽ വാട്ട് യു ക്യാൻ ഡു ഇസ് ദാറ്റ് യു ക്യാൻ പുട്ട് എ ഡെഡ് ലൈൻ. അതായത് ഞാൻ 2 വർഷത്തിൻ്റെ നിൽക്കുകയുള്ളൂ, 3 വർഷത്തിനുള്ള നിൽക്കുകയുള്ളൂ. പക്ഷെ അങ്ങനെ പറയുമ്പോൾ ഐ സ്റ്റിൽ കൺഫ്യൂസ്ഡ് അബൌട്ട് റീനു. ഐ സ്റ്റിൽ റിമെമ്പർ റീനു ഇവിടെയാണ് ആദ്യമായിട്ട് നമുക്കൊരു ടീച്ചിങ് പൊസിഷനിൽ വരികയും ടീച്ചറാവുകയൊക്കെ ചെയ്യുന്നത്. ഇവിടെ ക്ലാസ് എടുക്കുന്നുണ്ടായിരുന്നു. അപ്പം അറ്റ് ദാറ്റ് പോയിന്റ് 2 years ബാക്ക് ഐ സ്റ്റിൽ റിമെമ്പർ ദ കോൺവെർസേഷൻ വിത്ത് റീനു. അപ്പോൾ ഞാൻ ചോദിച്ചു, റീനു അന്ന് 2 മെയിൻസ് പരാജയപ്പെട്ട് നിൽക്കുന്ന ഒരു സമയമാണ്. ആൻഡ് അതുകൊണ്ട് തന്നെ ഷീ ഡിസൈഡഡ് നോട്ട് ടു കണ്ടിന്യൂ വിത്ത് സിവിൽ സർവീസ്. സോ അപ്പോൾ ഞാൻ ചോദിച്ചു 6 മാർക്കിനാണ് മെയിൻസ് ഇൻ്റർവ്യൂ കോൾ പോയത്. അപ്പോൾ റീനുവിനോട് ഞാൻ ചോദിച്ചു എന്തുകൊണ്ട് ഇനി കണ്ടിന്യൂ ചെയ്യുന്നില്ല. അപ്പം താല്പര്യമില്ല എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അതിനുശേഷം 1 വർഷത്തിന് ശേഷം റീനു ഡിസൈഡ് ചെയ്യാൻ ഇത് എഴുതുക. ആൻഡ് റീനു ബിക്കം ഇന്ത്യൻ ഫോറിൻ സർവീസ് ഓഫീസർ. കാരണം റീനു ഡെഡ് ലൈൻ വെച്ചിരുന്നു, പക്ഷെ എന്തോ കാരണങ്ങൾ കൊണ്ട് റീനു ഷീ കെയിം ബാക്ക് ആൻഡ് റോട്ട്. അന്ന് ഞാൻ പറഞ്ഞിരുന്നു റീനു ട്രൈ ചെയ്യണമെന്നൊക്കെ പറഞ്ഞിരുന്നു. ടോപ്പ് റാങ്കിൽ 81 റാങ്ക് വന്നു, ഇന്ത്യൻ ഫോറിൻ സർവീസിൽ വന്നു. ഐ തിങ്ക് നമ്മുടെ ഡിസിഷൻസ് വി ഡോണ്ട് ഹാവ് എ കൈൻഡ് ഓഫ് ടച്ച് സ്റ്റോൺസ് ടു സീ വെദർ ദിസ് ഡിസിഷൻ ഈസ് കറക്റ്റ് ഓർ നോട്ട്. എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ നല്ലൊരു അപ്രോച്ച് എന്ന് വെച്ചാൽ വാട്ട് എവർ ഡിസിഷൻ ദാറ്റ് യു ടേക്കിംഗ് യു മേക്ക് ഇറ്റ് റൈറ്റ്. സോ ദാറ്റ് ഈസ് ദ റൈറ്റ് അപ്രോച്ച് ടുവേർഡ്സ് ഹൗ മെനി അറ്റംപ്റ്റ് ദാറ്റ് യു ഷുഡ് ഡു. ഓൾസോ അഗെയിൻ അമൃത എസ് കുമാർ 4 അറ്റംപ്റ്റ് പരാജയപ്പെട്ടു. ഐ തിങ്ക് ഷി വാസ് ഫ്രണ്ട് ഓഫ് അങ്കിത. അപ്പം അങ്കിതയ്ക്ക് സിവിൽ സർവീസ് ഒരുമിച്ചാണ് മെയിൻസ് ക്ലിയർ ചെയ്തിരുന്നത്. അങ്കിതയ്ക്ക് കിട്ടി, അമൃതയ്ക്ക് കിട്ടിയില്ല. Then Amrita was little confused whether to drop it or not, and she was almost, I think 90% decided that she would not continue with this. Right. പക്ഷെ സ്റ്റിൽ വേറൊരു എക്സാമിനും പ്രിപ്പയർ ചെയ്യാൻ ഇതിനു വേണ്ടി തന്നെ പ്രിപ്പയർ ചെയ്തു. And that made her topper in the next year. Okay, I still remember the phone conversation she had with me when she was given almost 4 attempts and failed. Okay. Grishmയുടെ കാര്യം എടുക്കുക. And 4 attempts she did not appear for any other exams. യദു 7ാമത്തെ അറ്റംപ്റ്റ് he has not attempted anything else. So it's absolutely I don't know, I mean there is no right decision on that way. So whatever decision that you're taking, make it right and never ever get the failure into your heart. ഓക്കെ, ഒരു സിവിൽ സർവീസ് പരീക്ഷ എഴുതിയിട്ട് കിട്ടിയില്ലെന്ന് വെച്ചാൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷെ നമ്മൾ തന്നെ വിചാരിച്ചുണ്ടാക്കിയാണ് ഓക്കെ ഞാൻ മോശക്കാരനാണ്, ഐ എം നോട്ട് ക്യാപ്പബിൾ എനഫ് അല്ലേ. അപ്പോൾ അങ്ങനത്തെ തോട്ട് പ്രോസസ്സ് ഒന്നും വെക്കാണ്ട് നമ്മുടെ ഫിനാൻഷ്യൽ പൊസിഷൻസ് മനസ്സിലാക്കി സർക്കംസ്റ്റാൻസസ് മനസ്സിലാക്കി ഈ പരീക്ഷ അപ്രോച്ച് ചെയ്യുക എന്നുള്ളതാണ്. സോ ദർ ഇസ് നോട്ട് ഡെഫിനിറ്റ് നമ്പർ ദാറ്റ് ഐ നീഡ് ടു ഗീവ്. പക്ഷേ ബി പോസിറ്റീവ്, ബി ഒപ്റ്റിമിസ്റ്റിക് ആൻഡ് ബി ഗ്രേറ്റ്ഫുൾ ഫോർ വാട്ട് എവർ ജേർണി ദാറ്റ് യു have gone through. It's a priceless journey and you are becoming a skilled person after attempting all this mains exam, prelims exam. You are more thinking and you are more analytical, you are more communicative. Okay. And that is priceless. Okay. സർ, ഇപ്പോൾ നമ്പർ ഓഫ് അറ്റംപ്റ്റ്സിൻ്റെ കാര്യം ചോദിച്ചപ്പോഴാണ് സെൽഫ് വർത്തിൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റി സംസാരിച്ചത്. അപ്പം ഈ സെൽഫ് വർത്ത് എന്ന് പറയുമ്പം അത് മാത്രമല്ല, അവിടെ ഒരു വേറൊരു ക്വസ്റ്റ്യൻ കൂടെ വരുന്നത് എൻ്റെ ഇത്രയും വർഷം പോയി എന്നൊരു കൺസേണും ഇവർക്കുണ്ടാവും. പക്ഷേ അവിടെയും സാറിൻ്റെ ഉത്തരം ലൈക്ക് ഇത്രയും വർഷം പോയെങ്കിലും ഇത്രയധികം ക്രിട്ടിക്കൽ സ്കിൽസ് നിങ്ങൾ ഡെവലപ്പ് ചെയ്തു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു. പക്ഷേ അത് എനിക്ക് തോന്നുന്നു വെച്ച് കഴിഞ്ഞാൽ ആളുകൾ അതിനെ നെഗറ്റീവായിട്ടാണ് എടുക്കുന്നത്, ഇത്രയും വർഷം പോയി. അതെ അതെ അതെ. ബട്ട് അതിനെ പോസിറ്റീവായി എടുക്കാൻ നമ്മൾ പഠിക്കണം. എടുക്കുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ നോ ലോട്ട് ഓഫ് പീപ്പിൾ ഇൻ മൈ ഫ്രണ്ട് സർക്കിൾ who appeared for civil service exam and then went to another field and they are doing exceptionally well in the field
And they are telling that like it is because of the resilience and skill set that I have developed through the civil service exam, Right. and that is benefiting them. Mm-hmm. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നമ്മൾ കടന്നു പോകുന്ന പ്രോസസ് ഇസ് ഇൻറ്റൻസ്. ദർ ഇസ് നോ അതർ എക്സാം ദാറ്റ് വിൽ ഹെൽപ്പ് യു ടു ഗ്രൂം in analytical thinking, problem solving, communication abilities. It's a wonderful process. Okay. അത് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഓരോ ടൈമും ഓരോ ഇയറും ആൻഡ് ഇറ്റ് ഈസ് ഹൈലി വാല്യുബിൾ. അത് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് തോന്നുന്നു അതിനെ ആ ഒരു സെൻസിൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് ദേ ക്യാൻ എൻജോയ് ദ പ്രോസസ്സ്. സർ നേരത്തെ മെൻഷൻ ചെയ്ത ക്രിട്ടിക്കൽ സ്കിൽസിലേക്ക് നമുക്ക് തിരിച്ചു തരാം. അപ്പം ഈ കോമ്പറ്റേറ്റീവ് എക്സാം എഴുതാൻ വരുന്ന ഒരാളുടെ മൈൻഡിൽ ഒരുപക്ഷെ സോഷ്യൽ വർക്ക് ആയിരിക്കാം മൈൻഡിലുള്ളത്, അല്ലെങ്കിൽ ജോബ് സെക്യൂരിറ്റി ആയിരിക്കാം. പക്ഷേ ഈ പറഞ്ഞ ഓൺ ദ പ്രോസസ്സ് അവർ ഗെയിൻ ചെയ്യുന്ന ആ സ്കിൽസിനെ പറ്റി അവർ അത്ര അവെയർ ആണെന്ന് നമുക്ക് തോന്നുന്നില്ല. അപ്പോൾ മേ ബി അതൊരു ക്രിയേറ്റീവ് ഇൻ്റലിജൻസ് ആവാം, മേ ബി അഡാപ്റ്റബിലിറ്റി ആവാം, റെസിലിയൻസ് ആവാം. സോ ക്യാൻ യു പ്ലീസ് എലാബറേറ്റ് ഓൺ ദീസ് സ്കിൽ സെറ്റ്സ്? സിവിൽ സർവീസിൽ ആദ്യത്തെ സ്റ്റേജ് പ്രിലിമിനറി ആണല്ലോ. പ്രിലിമിനറിയിൽ ഒരു കുട്ടി വിജയിക്കാൻ വേണ്ടുന്ന സ്കിൽ സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനലിറ്റിക്കൽ തിങ്കിങ് ആണ്. അനലിറ്റിക്കൽ തിങ്കിങ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്ന ഒരു ഇൻഫർമേഷനിൽ നിന്ന് ഡിറ്റക്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ആൻസേഴ്സിലേക്ക് എത്തുന്ന അല്ലെങ്കിൽ അതിൻ്റെ പ്രോബ്ലം സോൾവ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. സിവിൽ സർവീസ് പരീക്ഷയിൽ നമ്മൾ പഠിച്ചു വെക്കുന്ന ബുക്കുകളിൽ നിന്ന്, നമ്മൾ കേൾക്കുന്ന ക്ലാസ്സുകളിൽ നിന്ന് ഏകദേശം ഒരു എനിക്ക് തോന്നുന്നു 30% ചോദ്യങ്ങൾ അതിൽ നിന്ന് ഡയറക്റ്റായിട്ട് വരുള്ളൂ. പക്ഷേ ഈ 30% ചോദ്യങ്ങൾ ശരിയാക്കിയാലും നിങ്ങൾ കയറില്ല. ഒരു 65-70 ചോദ്യങ്ങളെങ്കിലും ശരിയാക്കേണ്ടി വരും. അപ്പോൾ അത് ശരിയാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻ്റലിജൻ്റ് ആയിട്ട് അനലൈസ് ചെയ്ത് ലോജിക്കലായിട്ട് ഉത്തരത്തിലേക്ക് ഡിറൈവ് ചെയ്യേണ്ടി വരും. സോ ദ ഫസ്റ്റ് തിങ് ടു ഹാവ് ഇൻ സിവിൽ സർവീസ് പ്രിലിംസ് എക്സാം ഈസ് ടു ഹാവ് ഗുഡ് അനലിറ്റിക്കൽ തിങ്കിങ്. സോ ദാറ്റ് ഇസ് ദ ഫസ്റ്റ് തിങ്. ആൻഡ് ഓൾവേസ് ഇൻ പ്രിലിംസ് ടൈം മാനേജ്മെൻറ്റ് മാറ്റേഴ്സ്, എസ്പെഷ്യലി ഇൻ CSAT. കാരണം CSATലും ഇതുപോലെ തന്നെ വളരെ പ്രഷർ സിറ്റുവേഷനാണ്. കാരണം ചോദ്യങ്ങളൊക്കെ നല്ല ചോദ്യങ്ങളാണ്. മാത്സിലൊക്കെ ആണെങ്കിൽ കുറച്ച് ചിന്തിക്കേണ്ട ചോദ്യങ്ങളാണ്. പിന്നെ അനലിറ്റിക്കൽ കോംപ്രഹെൻഷനാണ്. അപ്പോൾ ഇതിൽ ഏത് ചോദ്യം പിക്ക് ചെയ്യണം, ഏത് ചോദ്യം വിടണം, എങ്ങനെ ഫാസ്റ്റായിട്ട് റീഡ് ചെയ്ത് എത്തണം, അതൊക്കെ ടൈം മാനേജ്മെൻറ്റ് വളരെ ക്രിട്ടിക്കലാണ് പ്രിലിംസ് എക്സാമിൽ. മെയിൻസ് എക്സാമിലേക്ക് വരുമ്പോഴാണ് വേറെ ഒരുപാട് സ്കില്ലുകൾ മാറ്റർ ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തെ സ്കില്ല് മൾട്ടി ഡയമെൻഷണൽ തിങ്കിങ് ആണ്. ഒരു റിട്ടൺ പേപ്പറിൽ കൂടുതൽ മാർക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ കൂടുതൽ പോയിന്റ് എഴുതണം. അത് ബേസിക് സെൻസാണ്. അപ്പോൾ ഒരു കാര്യത്തെക്കുറിച്ച് എങ്ങനെയാണ് ഒരു കുട്ടി കൂടുതൽ പോയിന്റുകൾ എഴുതുന്നത്? ഒരു കാര്യത്തെക്കുറിച്ച് മൾട്ടിപ്പിൾ ആംഗിളിൽ ഡിഫറെൻറ്റ് ഡയറക്ഷനിൽ ചിന്തിക്കാനുള്ള കഴിവുണ്ടെങ്കിലേ ഒരു കാര്യത്തെക്കുറിച്ച് കൂടുതൽ പോയിന്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അല്ലാതെ ഈ പോയിന്റുകളൊന്നും കാണാതെ പഠിച്ചിട്ട് പരീക്ഷയ്ക്ക് വന്ന് എഴുതാൻ പറ്റുന്നതല്ല. സ്പോണ്ടേനിയസ് ആയിട്ട് ചിന്തിക്കാൻ പറ്റണം. അപ്പം സ്പോണ്ടേനിയസ് ആയിട്ട് ചിന്തിക്കുന്നത് ഈ മൾട്ടി ഡയമെൻഷണൽ പെർസ്പെക്റ്റീവിലാവും. അപ്പോൾ ഒന്നാമത്തെ കാര്യം മൾട്ടി ഡയമെൻഷണൽ തിങ്കിങ് ഉണ്ടാവുക എന്നുള്ളതാണ്. രണ്ടാമത്തെ ഒരു സ്കിൽ സെറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോബ്ലം സോൾവിംഗ് ആണ്. എല്ലാ സ്ട്രക്ചേർഡ് പ്രോബ്ലം സോൾവിങ്ങിൻ്റെയും ഒന്നാമത്തെ കാര്യം പ്രോപ്പറായിട്ട് ക്വസ്റ്റിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുക, പ്രോബ്ലത്തെ ബ്രേക്ക് ഡൗൺ ചെയ്യുക എന്നുള്ളതാണ്. സിവിൽ സർവീസിൽ ഒരു ആൻസർ എഴുതുമ്പോൾ നമ്മൾ കുട്ടികളെ ആദ്യം പഠിപ്പിക്കുന്നത് ആ പ്രോബ്ലത്തെ നമ്മൾ ബ്രേക്ക് ഡൗൺ ചെയ്യാണ്. അതിൻ്റെ എല്ലാ പാർട്ടും അഡ്രസ്സ് ചെയ്യണമെന്ന് നമ്മൾ പറയും. സോ പ്രോബ്ലം സോൾവിങ്ങിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പിൽ നിങ്ങളുടെ എക്സ്പേർട്ട് ആവും. ഓൾസോ ആൻഡ് യു വിൽ ലേൺ ഫ്രെയിം വർക്ക് തിങ്കിങ് വിച്ച് ഇസ് വെരി പവർഫുൾ. ഫ്രെയിം വർക്ക് തിങ്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിമിലർ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ പ്രോബ്ലം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിന് മുമ്പ് പഠിച്ചിട്ടുള്ള ഒരു സ്ട്രക്ചേർഡ് അപ്രോച്ച് ഉപയോഗിച്ച് നിങ്ങൾക്ക് അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി പറ്റുമോ എന്നുള്ളതാണ് ഫ്രെയിം വർക്ക് തിങ്കിങ്. അപ്പോൾ ഈ ഫ്രെയിം വർക്ക് എന്ന് പറയുന്നത് പെട്ടെന്ന് കാര്യങ്ങൾ സോൾവ് ചെയ്യാനും ഒക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സ്കില്ലാണ്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു പ്രോബ്ലം നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സോഷ്യൽ പൊളിറ്റിക്കൽ എക്കണോമിക്കൽ ലീഗൽ ഇംപ്ലിക്കേഷനെ കുറിച്ച് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സൊല്യൂഷൻസ് പലതും നിങ്ങൾക്ക് കിട്ടും. ഇതൊരു ചെറിയൊരു ഫ്രെയിം വർക്കാണ്. ഇതുപോലെ മൾട്ടിപ്പിൾ ഫ്രെയിം വർക്ക്സ് മെയിൻസിൽ അപ്ലൈ ചെയ്യേണ്ടി വരും. സോ യു വിൽ ബി ഗുഡ് അറ്റ് ഫ്രെയിം വർക്ക് തിങ്കിങ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ വേറൊരു കാര്യം റൈറ്റിംഗ് എബിലിറ്റീസ്. കാരണം സിവിൽ സർവീസിൻ്റെ നോട്ടിഫിക്കേഷനിൽ തന്നെ പറയുന്നുണ്ട് നിങ്ങൾ എഴുതുന്ന ഉത്തരങ്ങൾ വളരെ കൺസൈസ് ആയിരിക്കണം. കൺസൈസ് ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള വൊക്കാബുലറി ബിൽഡ് ചെയ്തേണ്ടി വരും. അതോടൊപ്പം തന്നെ നിങ്ങളുടെ വൊക്കാബുലറി വളരെ ഷാർപ്പായിരിക്കുകയും വേണ്ടി വരും. അതുകൊണ്ട് തന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ അത് സിമ്പിൾ ആയിരിക്കുകയും വേണം, വായിച്ച പെട്ടെന്ന് മനസ്സിലാവുകയും വേണം. അപ്പോൾ ഇറ്റ്സ് എ ചലഞ്ചിങ് തിങ് ആൻഡ് ഓൾ ദ മോർ യു ഹാവ് ടു റൈറ്റ് എവറിത്തിങ് ഇൻ എ സ്റ്റിപ്പുലേറ്റഡ് ടൈം. അതായത് സിവിൽ സർവീസിൻ്റെ ഒരു GSൻ്റെ ആൻസർ ഷീറ്റ് എന്ന് പറഞ്ഞാൽ 50 പേജാണ്. 50 പേജ് 3 മണിക്കൂറിൽ ഫിനിഷ് ചെയ്യണം. ഏതാണ്ട് 4500 വാക്കുകളാണ് എനിക്ക് തോന്നുന്നത് 3 മണിക്കൂറിൽ ഫിനിഷ് ചെയ്യേണ്ടത്. ആവറേജ് എനിക്ക് തോന്നുന്നു 1 മിനിറ്റിൽ 22 വേർഡ്സ് എഴുതണം. എക്സാം സിറ്റുവേഷനിൽ റിസർച്ച് പ്രകാരം ഒരാൾക്ക് എഴുതാൻ പറ്റുന്ന വേർഡ്സിൻ്റെ എണ്ണം എന്ന് പറയുന്നത് ഒരു ഗ്രാജുവേറ്റ് സ്റ്റുഡൻസിന് 18ആണ്. സിവിൽ സർവീസിൽ ഇത് 22ആണ്. And it's extremely challenging thing to articulate and express your ideas in a concise time.
ഓക്കെ, അതാണ് സിവിൽ സർവീസിൻ്റെ റൈറ്റിംഗ് പ്രാക്ടീസിനെ വളരെ റിഗറസ് ആക്കുന്നത്. സോ ഫിസിക്കലി എക്സോസ്റ്റിംഗ് ആണ്. അതും ഒരു എക്സാം എന്ന് പറയുന്നത് 3 മണിക്കൂർ, അതിനുശേഷം 3 മണിക്കൂർ, ഒരു ദിവസം തന്നെ 2 എക്സാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന കൺസ്ട്രെയിൻസിൻ്റെ ഉള്ളിൽ നല്ല ആൻസേഴ്സ് എഴുതുക എന്നുള്ളത് കൃത്യമായിട്ടൊരു ചലഞ്ചിങ് ആയിട്ടുള്ളൊരു പ്രപ്പോസൽ. സ്ട്രെസ് മാനേജ്മെന്റ് അവിടെ പഠിക്കുന്നുണ്ട്. സ്ട്രെസ് മാനേജ്മെൻറ്റും, യെസ്, സ്ട്രെസ് മാനേജ്മെൻറ്റ് ഇസ് ഓൾസോ അനദർ സ്കിൽ. പിന്നെ നമ്മൾ ഇതിനകത്ത് ഇൻ്റർവ്യൂവിലേക്ക് വരുമ്പം ചില ഇമ്പോർട്ടൻ്റ് ആയ സ്കിൽ മാറ്റർ ചെയ്യും. ഒന്നാമത്തത് ഒപ്പീനിയൻ ഫോർമേഷൻ. അതായത് നിങ്ങൾ പറയുന്ന ഒപ്പീനിയൻ സബ്സ്റ്റാൻഷ്യേറ്റഡ് ആണോ? ഈ ഒപ്പീനിയനെ കുറിച്ചിട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സ് ചിന്തിക്കുന്ന കാര്യങ്ങളെ നിങ്ങൾ കൺസിഡർ ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ ബാലൻസ് ചെയ്യുന്നുണ്ടോ, റാഷണൽ ആണോ? ഇത് മാറ്റർ ചെയ്യും. അതോടൊപ്പം തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്കില്ലാണ് ദി എബിലിറ്റി ഓഫ് യു ടു എൻഗേജ് ഇൻ കോൺവെർസേഷൻസ്. കാരണം ഒരുപാട് ഇൻ്റർവ്യൂ എടുക്കുന്ന ആൾക്കാർ പലരും പറയുന്നത് ടെക്സ്റ്റ് ബുക്ക് ലൈക്ക് ആൻസേഴ്സ് ആയിരിക്കും പലരും പറയുന്നത്. ആൻഡ് ദേ ഓൾ ടയേർഡ്. ഇപ്പം ഞാൻ തന്നെ ഇൻ്റർവ്യൂ എടുക്കാനിരിക്കുമ്പോൾ ഒരു 2-3 കാൻഡിഡേറ്റിന് വന്നതിന് ശേഷം നമ്മുടെ അറ്റൻഷൻ അങ്ങ് മാറിപ്പോവും. കാരണം നമുക്കങ്ങനെ ഫോക്കസ് ചെയ്തിരിക്കാൻ പറ്റത്തില്ല. ഇതുപോലെ തന്നെയാണ് അവിടെ ഇരിക്കുന്ന ആളുകൾക്കും. അപ്പോൾ അവിടെ വന്ന് നമ്മൾ ഇൻ്റർവ്യൂവിന് പെർഫോം ചെയ്യുമ്പം ഹൗ യു ഗോയിങ് ടു പ്രസൻറ്റ് യുവർ സെൽഫ് ഇൻ ആൻ എൻഗേജിങ് വേ. And that is also a critical skill, and those people who have got really good marks have that kind of skill set. And also ഇൻ്റർവ്യൂവിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു കാര്യം വെർബൽ കമ്മ്യൂണിക്കേഷൻ ആണ്. നമ്മൾ എന്തെല്ലാം നോളജ് ഉണ്ടെന്ന് പറഞ്ഞാലും ആൻഡ് ഇറ്റ് ഷുഡ് ബി എക്സ്പ്രസ്ഡ് ഇൻ എ വെരി കോൺഫിഡൻറ്റ് ആൻഡ് കൺസൈസ് മാനർ. ഓഫീസർ ലൈക്ക് ക്വാളിറ്റീസ് നമ്മൾ ബിൽഡ് ചെയ്യണം ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ. അപ്പം ഒന്ന് നോക്കിക്കുക, ആദ്യത്തെ സ്റ്റേജ് തൊട്ട് അവസാനത്തെ സ്റ്റേജ് വരെ സിവിൽ സർവീസിൻ്റെ എൻറ്റയർ പ്രോസസ്സിൽ see what are the skill set a student have to develop, and that is exactly why Lead IAS has given focus and spotlight on the skill development of students. Right. അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്കിൽ ഡെവലപ്മെൻറ്റ് ഡസൻറ്റ് സ്റ്റാർട്ട് ഫ്രം ആഫ്റ്റർ കോളേജ്, ഇറ്റ്സ് ആക്ച്വലി സ്റ്റാർട്ട് ഫ്രം ദ സ്കൂൾ ടൈം. അതുകൊണ്ടാണ് നമുക്ക് ലീഡ് IAS ജൂനിയർ എന്ന് പറയുന്നൊരു പ്രോഗ്രാം നമ്മൾ തുടങ്ങിയത്. അതിൽ നമ്മൾ സിവിൽ സർവീസിൻ്റെ സിലബസോ കണ്ടൻറ്റോ ഒന്നുമല്ല പഠിപ്പിക്കുന്നത്. നമ്മളവിടെ പഠിപ്പിക്കുന്നത് കുട്ടികളെ നന്നായിട്ട് കോംപ്രഹെൻഡ് ചെയ്യാനും പ്രോബ്ലം സോൾവ് ചെയ്യാനും അതോടൊപ്പം തന്നെ കുട്ടികളെ കുറച്ചും കൂടെ കമ്മ്യൂണിക്കേറ്റീവ് ആക്കാനും മെൻറ്റർഷിപ്പ് സെഷനിൽ ഒപ്പീനിയൻ ഫോർമേഷൻ അവരെ ഹെൽപ്പ് ചെയ്യാനുമാണ്. ദീസ് ആർ ബിഗ്ഗസ്റ്റ് അസറ്റ് വിച്ച് ഹാസ് ടു ബി നർച്ചേർഡ് ഓവർ എ പീരിയഡ് ഓഫ് ടൈം, ഇയേഴ്സ്, ഇറ്റ് ടേക്സ് ഇയേഴ്സ്. സോ അങ്ങനെ വന്നു കഴിയുമ്പം ഈ സ്കിൽ സെറ്റ് അവർക്ക് കുറേ കൂടെ ഗ്രൂംഡ് ആയിരിക്കും ആൻഡ് ദേ ആർ പ്രിപ്പയർഡ് ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് സിവിൽ സർവീസ്. സോ ആ രീതിയിലാണ് ലീഡ് ജൂനിയർ അഡ്മിഷൻ ചെയ്യുന്നത്. ഇവിടെ നമ്മുടെ അക്കാഡമിയിലാണെങ്കിൽ നമുക്ക് സ്കിൽ സെറ്റ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഷാർപ്പായിട്ട് ഫോക്കസ് ചെയ്യുന്ന ഇൻഡോഴ്സ് ആയിട്ടുള്ള പ്രോഗ്രാംസും നമ്മൾ തുടങ്ങാനുള്ളതിൻ്റെ ഒരു കാരണം ഈ ഒരു തിരിച്ചറിവിൽ നിന്നാണ്. കാരണം കണ്ടന്റ് എന്ന് പറയുന്നത് സ്കിൽ സെറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പം ഗ്രാബ് ചെയ്തെടുക്കാം. നമുക്ക് അനലിറ്റിക്കലായിട്ട് ചിന്തിക്കാനുള്ള കഴിവില്ല എന്നുണ്ടെങ്കിൽ എത്ര കണ്ടന്റ് കിട്ടിയിട്ട് നമുക്ക് കാര്യമില്ല. we will not be able to connect things. So connecting things is also part of this analytical ability. So what I really suggest to future aspirants is that you build the skill set first that are necessary for the civil service exam. Alright, അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്കിൽ സെറ്റ് മെറ്റാകോഗ്നിഷനാണ്, about which we can talk in some other time. കാരണം മെറ്റാകോഗ്നിഷൻ is the awareness about how you learn, awareness about yourself, സെൽഫ് അവെയർനെസ്. സോ ആ സ്കില്ലും ഭയങ്കരമായിട്ട് മാറ്റർ ചെയ്യുന്നൊരു പരീക്ഷയാണ്. ഐ തിങ്ക് ഇറ്റ് ഇസ് ലിറ്റിൽ മോർ, നമുക്ക് സമയം എടുക്കുന്നതുകൊണ്ട് നമുക്ക് വേറൊരു ഡിസ്കഷനിൽ വി ക്യാൻ ഡിസ്കസ് pick up all the skills. The interesting part is that almost all the skills that I mentioned right now is part of UNESCO's skill framework, and UNESCO is written down around 6 to 10 important skill set for 21st century. And all the skill set that we are developing through civil service preparation are aligned with the 21st century skills. It's highly valuable. Right. അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ സ്കിൽ സെറ്റ്സ് ഈ പ്രോസസ്സിലൂടെ നമ്മൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ അതൊരു UPSC പെർസ്പെക്റ്റീവിൽ മാത്രമല്ലല്ലോ, മറ്റുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസിലും ഇത് ഹെൽപ്ഫുൾ ആവുന്നുണ്ടല്ലോ. എങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ UPSC പ്രിപ്പറേഷൻ ശരിക്കും പറഞ്ഞാൽ ബാക്കിയുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസിലും കുട്ടികൾക്ക് ഹെൽപ്ഫുൾ ആവുക? റിയലി ഗുഡ് ക്വസ്റ്റ്യൻ. സിവിൽ സർവീസിന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ രാജ്യത്തെ പല എക്സാംസും ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാം. എന്ന് വെച്ചാൽ വെറുതെ പോയി പരീക്ഷ ചെയ്ത് കയറില്ല, അതിൻ്റെതായ തയ്യാറെടുപ്പുകൾ ആവശ്യമാണ്. ഒരു കൊച്ചു ഉദാഹരണം പറയാം. കേരള PSC നടത്തുന്നൊരു പരീക്ഷയാണ് LSGSൻ്റെ പരീക്ഷ. ഓക്കെ, അതിന് ഇത്തവണ റാങ്ക് വന്നപ്പോൾ അതിൽ ടോപ്പ് റാങ്ക് മേടിച്ചിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാ കുട്ടികളും സിവിൽ സർവീസിൽ പഠിക്കുന്ന കുട്ടികളാണ്. അവർ ഈ പരീക്ഷയെ വളരെ ജെനുവിനായിട്ട് അപ്രോച്ച് ചെയ്താണ് സിവിൽ സർവീസ് പരീക്ഷ. അപ്പോൾ അതിൻ്റെ ഒരു ഗുണം അവർക്ക് PSCയിലെ ഏറ്റവും ബെസ്റ്റ് എക്സാംസിന് കിട്ടുന്നുണ്ട്. UPSC പഠിക്കുന്ന PSCക്കാർക്ക് ഒരു കോമ്പറ്റീഷനായി മാറും. ഡിഗ്രി ലെവലിൽ തീർച്ചയായും ഒരു കോമ്പറ്റീഷനാണ്. പിന്നെ KIASൻ്റെ കാര്യത്തിലാണെങ്കിലും കഴിഞ്ഞ വണ്ണം ഗ്രൂപ്പ് Aയിൽ കയറിയിട്ടുണ്ടായിരുന്ന ആദ്യത്തെ 21 റാങ്കിൽ ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു 17 പേരെ നമുക്ക് പേഴ്സണലി അറിയാം. നമ്മൾ അത്രയും റാങ്ക് ലിസ്റ്റിൽ ഉള്ള ആളുകൾ ഇവിടെ ട്രെയിനിങ് ഇൻ്റർവ്യൂവിനൊക്കെ ആയിട്ട് എടുത്തിട്ടുണ്ട്.
അവരെല്ലാവരും ദേ ആർ വെൽ റൂട്ടഡ് ഇൻ സിവിൽ സർവീസ് എക്സാം പ്രിപ്പറേഷൻ. കാരണം അതിൻ്റെ പുറത്തുനിന്നുള്ള ഒരാൾക്ക് ആ പരീക്ഷ പാസ്സായിട്ടുമില്ല. KS-ൻ്റെ എനിക്ക് തോന്നുന്നു സ്ട്രീം 1-ൽ. ഐ ഡോണ്ട് തിങ്ക് ദർ ഇസ് എനിബഡി ഹു ക്രാക്ക് സിവിൽ സർവീസ് KS എക്സാം വിത്തൗട്ട് സിവിൽ സർവീസ് പ്രിപ്പറേഷൻ ബാക്ക്ഗ്രൗണ്ട്. അത് മാത്രമല്ല, ഇപ്പോൾ ഗവൺമെൻറ് പ്രതിഭാ സേതു എന്ന് പറയുന്ന ഒരു പ്രൊജക്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. പ്രതിഭാ സേതുവിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ സിവിൽ സർവീസ് പരീക്ഷയിൽ അല്ലെങ്കിൽ UPSC നടത്തുന്ന ഏതെങ്കിലും ഒരു പരീക്ഷയുടെ ഇൻ്റർവ്യൂ സ്റ്റേജ് വരെ എത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റാങ്ക് കിട്ടണം നിർബന്ധമില്ല. ഇൻ്റർവ്യൂവിന് മാർക്ക് കിട്ടി അവസാനം കുറച്ച് പേര് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത ആൾക്കാർക്ക് ചിലപ്പോൾ റാങ്ക് കിട്ടാതെ വരും. പക്ഷേ ഇൻ്റർവ്യൂ വരെ എത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇറ്റ് മീൻസ് ദാറ്റ് യു ഹാവ് സർവൈവ്ഡ് ഓൾ ദ ഡിഫിക്കൽട്ട് പ്രോസസ്, പ്രിലിംസ് ആൻഡ് മെയിൻസ്, വിച്ച് ഇസ് എക്സ്ട്രീംലി കോംപ്ലക്സ് ആൻഡ് കോംപ്ലിക്കേറ്റഡ് ആൻഡ് കോമ്പറ്റേറ്റീവ്. ആൻഡ് അത് നിങ്ങൾ അവിടെ വരെ എത്തി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്കിൽ ഉണ്ട് എന്നുള്ളത് ഉറപ്പാണ്. അപ്പം ഈ പറയുന്ന ആളുകളുടെ ഡാറ്റ UPSC എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ്റിലെ അതർ പബ്ലിക് സെക്ടർ യൂണിറ്റ്സിന് കൊടുക്കും. പ്രതിഭാ സേതുവിലൂടെ ഒരു സെൻട്രലൈസ്ഡ് ഡാറ്റ പൂൾ ഉണ്ടാക്കി ഇത് പ്രൈവറ്റ് സെക്ടറിനും കൂടെ കൊടുക്കും. അതിന് നല്ല ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇത്തവണ അദാനി ഗ്രൂപ്പ് അവരുടെ എൻ്റർപ്രൈസസ് എല്ലാം മാനേജ് ചെയ്യുന്ന അദാനി എൻ്റർപ്രൈസസിൻ്റെ ഏറ്റവും സീനിയർ മോസ്റ്റ് ലെവലിലേക്ക് എല്ലാ വർഷവും 30 പേരെ തിരഞ്ഞെടുക്കും. അതിൽ ഈ വർഷം തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിൽ കുറേ പേര് സിവിൽ സർവീസ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത കുട്ടികളാണ്. അതിൽ 2 മലയാളികളാണ് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. ഒന്ന് അഷ്മിലും ആദ്രി, 2 പേരും നമ്മുടെ ഇവിടുത്തെ സ്റ്റുഡൻസ് ആയിരുന്നു. കാരണം അവർ സിവിൽ സർവീസ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അതിനുശേഷം അദാനി ഗ്രൂപ്പ് വളരെ സെലക്റ്റീവായിട്ട് കുറച്ച് ഇൻ്റർവ്യൂവിന് പോയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് എല്ലാം വെച്ചിട്ട് കുറച്ച് പേരെ ഇൻ്റർവ്യൂവിന് വിളിച്ചു അഹമ്മദാബാദിൽ. എന്നിട്ട് അവരുടെ സ്കില്ലാണ്, അവർ ഓക്കെ ആണ് എന്നുള്ളത് കൊണ്ട് അവർ അദാനി ഗ്രൂപ്പിൻ്റെ ഏറ്റവും സീനിയർ മോസ്റ്റ് മാനേജീരിയൽ പൊസിഷനിലേക്കാണ് അവരെ അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്നത്. ഇതുപോലെ പ്രൈവറ്റ് സെക്ടേഴ്സ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി കൂടുതൽ ഉപയോഗിക്കാനാണ് സാധ്യത. കാരണം ഈ ഒരു പൊസിഷനിലേക്ക് ടോപ്പ് IIMs പഠിച്ച ആൾക്കാരെ മാത്രമേ റിക്രൂട്ട് ചെയ്യുള്ളായിരുന്നു. ഇപ്പോൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത ആൾക്കാരെയും റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ പല പ്രൈവറ്റ് ഓർഗനൈസേഷനിൽ സിവിൽ സർവീസ് പഠിച്ച ആളാണ്, മെയിൻസ് ഒക്കെ എഴുതിയ ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് അറിയാവുന്ന ആളുകൾക്ക് വലിയ മതിപ്പാണ്. കാരണം ഡെഫിനറ്റ്ലി വൈ നോട്ട്. കാരണം നിങ്ങളിപ്പോൾ മെയിൻസ് എഴുതുകയാണെന്നുണ്ടെങ്കിൽ യു ഹാവ് ബിക്കം അറ്റ്ലീസ്റ്റ് 1% ഓഫ് ദ ടോപ്പ് പീപ്പിൾ, ടോപ്പ് കോമ്പറ്റേറ്റീവ് പീപ്പിൾ. ഇറ്റ്സ് നോട്ട് എ സ്മോൾ മാറ്റർ. IIT IIM-ലേക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കും ഇവരുടെ ഒരു ലെവൽ ഓഫ് ഇൻ്റലക്റ്റ് എന്ന് പറയുന്നത്, അല്ലേ? ലെവൽ ഓഫ് ഇൻ്റലക്റ്റിനേക്കാളും കൂടുതൽ യു എൻഡ്യൂർഡ് ദാറ്റ് കോമ്പറ്റീഷൻ ആൻഡ് ദാറ്റ് ഇറ്റ് സെൽഫ് ഷോസ് യുവർ റിസലൻസ്. അപ്പം ആ ഒരു രീതിയിൽ നമുക്ക് എനിക്ക് തോന്നുന്നു ഈ കുട്ടികൾ ഭയങ്കരമായിട്ട് പുറത്ത് ജോബ് മാർക്കറ്റിൽ വാല്യൂഡ് ആണ്. ഇപ്പം നമ്മൾ ഗവൺമെൻറ് തന്നെ ആ പ്രതിഭാ സേതുവിലൂടെ അത് ഫെസിലിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ കോൾ ഇന്ത്യ ലിമിറ്റഡ് അവരിതിലേക്ക് ആളുകളെ എടുക്കുന്നുണ്ട്, ഈ ഇൻ്റർവ്യൂ പോയ കുട്ടികളുടെ എണ്ണം. പിന്നെ പല കമ്പനികളും എടുക്കുന്നത് ഇൻ്റർവ്യൂ പോലും കൂടാണ്ടാണ്, ജസ്റ്റ് നിങ്ങളുടെ മാർക്ക് അനുസരിച്ച് എടുക്കും. കോൾ ഇന്ത്യ ലിമിറ്റഡിലൊക്കെ അങ്ങനെ എടുത്തിട്ടുണ്ട്. സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ, നമ്മുടെ കുട്ടികളിൽ 4-5 പേര് സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ ജോയിൻ ചെയ്തിട്ടുണ്ട്. കാരണം അതൊക്കെ സിവിൽ സർവീസിൻ്റെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന ഒറ്റ ഒരു കാരണത്തിൻ്റെ പുറത്ത് മാത്രമാണ്. ഇപ്പോൾ പ്രതിഭാ സേതു കൂടെ വന്നതുകൊണ്ട് കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഇവർക്ക് കിട്ടാൻ പോവുകയാണ്. ഇനി 2 ആഴ്ച മുമ്പ് നമ്മുടെ പ്രൈം മിനിസ്റ്ററും പ്രതിഭാ സേതുവിനെ കുറിച്ച് സംസാരിച്ചിരുന്നു. പ്രതിഭാ സേതു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിക്രൂട്ട്മെൻറ്റ് റിഫോമാണ് ഇന്ത്യൻ ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുള്ളത്. കാരണം ഇത്രയും വർഷങ്ങൾ ഇവർ പ്രിപ്പയർ ചെയ്തു, ഇത്രയും റിസൈലൻസോടെ പ്രിപ്പയർ ചെയ്തു, വളരെ സ്കിൽഡ് ആയിട്ടുള്ള ആളുകളാണ്. ഗവൺമെൻറ് തന്നെ അത് റെക്കഗ്നൈസ് തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ സിവിൽ സർവീസിന് പഠിച്ചു കഴിഞ്ഞാൽ ഓപ്പർച്യൂണിറ്റീസ് നിരവധിയാണ്. ആൻഡ് എൻട്രി ടു എനി അതർ എക്സാംസ് ഓൾസോ ഗെറ്റ് വെരി ഈസി. ഇപ്പോൾ PSCയുടെ കാര്യം പറഞ്ഞു, പ്രതിഭാ സേതു പറഞ്ഞു. 3ാമത്തെ ഒരു ടയർ എന്ന് വെച്ചാൽ ഒരുപാട് റെഗുലേറ്ററി ബോർഡുകളുണ്ട്. സെബി, അതോടെ സെബിയുടെ ഗ്രേഡ് B എക്സാം ഉണ്ട്, NABARD ഉണ്ട്, അതോടൊപ്പം തന്നെ ഇൻഷുറൻസ് റെഗുലേറ്ററി ബോഡിയുടെ എക്സാം ഉണ്ട്, അതോടൊപ്പം തന്നെ EPFO എന്ന് പറഞ്ഞിട്ടൊരു ബോഡിയുണ്ട്, എംപ്ലോയ്മെന്റ് പ്രൊവിഡന്റ് ഫണ്ടിൻ്റെ. പിന്നെ ഫോഴ്സിനുണ്ട്, CAPF ഉണ്ട്. അതോടൊപ്പം തന്നെ RBI ഗ്രേഡ് B എക്സാം ഉണ്ട്. RBI ഗ്രേഡ് B ഒക്കെ പറഞ്ഞാൽ വളരെ അടിപൊളിയായിട്ടുള്ള ഒരു ജോബ് പൊസിഷനാണ്. അതിലൊക്കെ കിട്ടിയിട്ടുള്ള സിവിൽ സർവീസിന് പഠിക്കുന്ന കുട്ടികൾക്കാണ് കുറേ പേർക്ക് കിട്ടിയിട്ടുള്ളത്. അതിനൊക്കെ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പരീക്ഷകൾക്കൊക്കെ പ്രിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ സിവിൽ സർവീസിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടും കോമ്പീറ്റൻസി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇറ്റ് ടേക്സ് അറ്റ്ലീസ്റ്റ് 3 months ഓഫ് സ്പെഷ്യലൈസ്ഡ് പ്രിപ്പറേഷൻ ടു പ്രിപ്പയർ അക്കോർഡിംഗ് ടു ദ ഡിമാൻഡ് ഓഫ് ദാറ്റ് സ്പെസിഫിക് എക്സാം. അവർക്കൊരു സിലബസ് ഉണ്ടാവും, അതിനൊരു സിലബസ് ഉണ്ടാവില്ല. അപ്പം നമ്മൾ കുറച്ചൊരു സമയം അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യണം. പക്ഷേ ദീസ് ആർ ഓപ്പർച്യൂണിറ്റീസ്. പക്ഷേ ഇതൊക്കെ ക്രാക്ക് ചെയ്യുന്നത് എളുപ്പമല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ UPSC സെൻസിബിളായിട്ടും വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടും പ്രിപ്പയർ ചെയ്ത ഒരാൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സോ യു ഹാവ് ടു പുട്ട് യുവർ ഹാർട്ട് ആൻഡ് സോൾ ഇൻ ടു ദിസ് പ്രിപ്പറേഷൻ, ആൻഡ് ദെൻ വെൻ യു ഗോ ത്രൂ ദിസ് എക്സ്ട്രീം കോമ്പറ്റീഷൻ, you will build that stamina
to crack other exams as well. Okay. So that is the logic. അല്ലാണ്ട് സിവിൽ സർവീസിൻ്റെ കോച്ചിങ് അറ്റൻഡ് ചെയ്തതുകൊണ്ട് ഞാനിത് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യുമെന്ന് പറയുമ്പോൾ അത് പോസിബിൾ അല്ല. പോസിബിൾ അല്ല. ഓക്കെ സാർ ഇപ്പോൾ പറഞ്ഞല്ലോ, അപ്പം അത് വളരെ ഡിസിപ്ലിനോട് കൂടി ഫോളോ ചെയ്ത് ആ ഒരു പ്രിപ്പറേഷൻ ഒരു അതിനെ വളരെ സീരിയസ് ആയിട്ട് എടുക്കുന്നവർക്ക് മാത്രമാണ് ഇത് ക്രാക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. അപ്പം അവിടെ മറ്റൊരു ചോദ്യം വരുന്നത്, ശരിക്കും പറഞ്ഞാൽ ആർക്കാണ് സിവിൽ സർവീസ് എക്സാം എഴുതാൻ പറ്റുക? സ്കൂളിൽ തൊട്ട് ടോപ്പേഴ്സായിട്ട് വന്ന കുട്ടികൾക്ക് മാത്രമാണോ, അതോ അല്ലെങ്കിൽ ഇപ്പോൾ ക്വിസ് ഡിബേറ്റ് പോലുള്ളടുത്ത് എക്സൽ ചെയ്തവർക്ക് മാത്രമാണോ, ആർക്കും വന്ന് അതോ സിവിൽ സർവീസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ പറ്റുമോ? What is your take on it? Okay, I have found no correlation with your academic background and your civil service success. Okay. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ യൂണിവേഴ്സിറ്റി എക്സാംസിൻ്റെ പ്രത്യേകത എന്തെന്നറിയോ? കാരണം നിങ്ങൾക്ക് 2 ആഴ്ച കുത്തിയിരുന്ന് പഠിച്ചാൽ നിങ്ങൾക്ക് സാമാന്യ ഇൻ്റലിജൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ യൂണിവേഴ്സിറ്റി എക്സാമിന് ടോപ്പ് അടിക്കാം. ഓക്കെ, പക്ഷേ സിവിൽ സർവീസ് പരീക്ഷയുടെ പ്രശ്നം എന്താ പറയുമോ? അതിലൊരു മിനിമം ഒരു 10 മാസമോ അല്ലെങ്കിൽ 1 ഇയർ അല്ലെങ്കിൽ 2 ഇയേഴ്സൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, അത് രണ്ടാഴ്ചത്തെ ഒരു പ്രിപ്പറേഷൻ കൊണ്ട് ടാക്കിൾ ചെയ്യാൻ വേണ്ടി പറ്റുന്നൊരു കാര്യമല്ല. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പം ദർ ആർ ഓൾ അതർ ഫാക്ടേഴ്സ് വുഡ് ബി കമ്മിങ് ഇൻ ടു പ്ലേ. ഫോർ എക്സാമ്പിൾ, നമ്മുടെ സ്ട്രാറ്റജി അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആവും, നമ്മുടെ റിസൈലൻസ് ഇമ്പോർട്ടൻ്റ് ആവും, എത്രമാത്രം നിങ്ങൾ ഡിസിപ്ലിൻഡ് ആണെന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആവും. അതാണ് സിവിൽ സർവീസ് പരീക്ഷയെ വേറിട്ട് നിർത്തുന്ന ഒരു കാര്യം. അതുകൊണ്ട് തന്നെ നമ്മൾ അക്കാഡമിക്കലി സ്കൂളിൽ ബെസ്റ്റ് ആയിരുന്നെന്നോ കോളേജിൽ ബെസ്റ്റ് ആയിരുന്നതുകൊണ്ടോ അതൊന്നും ഇതിനകത്ത് ഒരു സക്സസ് അഷ്വർ ചെയ്യുന്നില്ല. പക്ഷേ ഡെഫിനറ്റ്ലി ദാറ്റ് ഈസ് ഓൾസോ ഒരു പോസിറ്റീവ് പാർട്ട് അതിനകത്തുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇഫ് യു ഹാവ് എ വെരി ഡീസൻറ്റ് അക്കാഡമിക് റെക്കോർഡ്, ഇറ്റ് ഈസ് ഐ തിങ്ക് നമുക്ക് അസ്യൂം ചെയ്യാൻ വേണ്ടി പറ്റും അവർ ചിലപ്പം പഠിക്കാനുള്ള കുറേ കാര്യങ്ങളിൽ കുറച്ച് ബെറ്റർ ആയിരിക്കാം. ലേണിംഗ് സ്കിൽസിൽ. പക്ഷേ ആ ലേണിംഗ് സ്കിൽസ് മാത്രമല്ല ഇതിനകത്ത് മാറ്റർ ചെയ്യുന്നത്. എക്സാം കോമ്പിറ്റൻസിയും എക്സാം ഓറിയൻറ്റേഷനും അപ്രോച്ചും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഈ എക്സാം ഓറിയൻറ്റേഷനാണ്. നമുക്കൊരു ആവറേജ് ഒരു അക്കാഡമിക് പെർഫോമൻസ് ആണ് കോളേജിൽ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ പോലും ഇവിടെ അക്കാഡമിയിൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വെച്ചിട്ട് പഠിക്കാനുള്ള ഒരു സ്ട്രാറ്റജിക്കൽ മൈൻഡ് സെറ്റും ഓറിയൻറ്റേഷനും ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റുമെങ്കിൽ യു വിൽ ബി ക്രാക്കിംഗ് ദിസ് എക്സാം. ബെസ്റ്റ് എക്സാമ്പിൾ ഈസ് വൈശാഖാണ്. വൈശാഖിന് ഡിഗ്രി പഠിച്ചിരുന്നപ്പോൾ 7 സപ്ലി ഉണ്ടായിരുന്ന ആളാണ്. 8ാമത്തെ അറ്റംപ്റ്റിലാണ് വൈശാഖ് പാസ്സായത്. പക്ഷേ ദ തിങ് ഈസ് ദാറ്റ് റിസൈലൻസ് മാറ്റേഴ്സ് ദർ. പക്ഷേ വാട്ട് ഇറ്റ് ടെൽസ് ഇസ് ദാറ്റ് ലൈക്ക് യുവർ അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ട് ഡസൻറ്റ് മാറ്റർ ഇഫ് യു ഹാവ് റിസൈലൻസ്. ഓക്കെ, ഞാനെപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ്, നിങ്ങൾ സ്ട്രാറ്റജി ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ കഴിവ് ഉപയോഗിച്ചിട്ട് ലോക്ക് തുറന്നില്ലെങ്കിൽ നിങ്ങളതിനെ തല്ലി പൊട്ടിച്ച് അകത്തേക്ക് വരിക എന്നുള്ളതേ ഉള്ളൂ. തല്ലി പൊട്ടിക്കാൻ നിങ്ങൾ ചിലപ്പം കുത്തിയിരുന്ന് കുറച്ച് കാലം കൂടെ പഠിക്കേണ്ടി വരും, അത്രേ ഉള്ളൂ. പക്ഷേ പീപ്പിൾ ഫ്രം വെരി ഹംബിൾ ബാക്ക്ഗ്രൗണ്ട്, ആവറേജ് അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ട് ഇസ് ആക്ച്വലി ക്രാക്ഡ് ബിക്കോസ് ഓഫ് ദിസ് റിസൈലൻസ്. ആൻഡ് ദാറ്റ് ഈസ് മൈ പെർസ്പെക്റ്റീവ് അബൌട്ട് ദാറ്റ് അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ട്. സാർ ഇപ്പം വൈശാഖിൻ്റെ കാര്യം പറഞ്ഞു, ലൈക്ക് 8th അറ്റംപ്റ്റിലാണ് കയറിയെന്നുള്ളത്. ബട്ട് ദർ ആർ പീപ്പിൾ ഹൂ ഡോണ്ട് ക്രാക്ക് ഇറ്റ്, റൈറ്റ്? അത് ഫെയിൽ ആകുന്ന സിറ്റുവേഷൻസ് വരും. സോ how should they actually approach it by the end of this preparation cycle? Okay, they should approach the preparation with a sense of gratitude. So be grateful to the process that helped them to evolve. The problem happens is that like നമ്മൾ ഫെയിലിയർ ആകുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് എടുക്കും. ഓക്കെ, നമ്മൾ അപ്സെറ്റ് ആവും ഡെഫിനറ്റ്ലി, ബട്ട് ഇറ്റ് ഷുഡ് നോട്ട് ഗോ ടു ദ എക്സ്റ്റെൻറ്റ് ദാറ്റ് ഇറ്റ് വിൽ പുഷ് യു ടു ദ ഡിപ്രഷൻ ഓർ എനിത്തിങ്. കാരണം മനസ്സിലാക്കുക, കാരണം ഇതൊരു കഴിവുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള എക്സാമോ ഒന്നുമല്ല, ഏറ്റവും ഇൻ്റലിജൻ്റ് ആണോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുന്ന എക്സാമോ അല്ല, മറിച്ച് നിങ്ങൾക്ക് ഈ പരീക്ഷയ്ക്ക് വേണ്ടുന്നതായിട്ടുള്ള ചില നിബന്ധനകളുണ്ട്. ആ നിബന്ധനകൾക്കനുസരിച്ച് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയും പെർഫോം ചെയ്യാൻ വേണ്ടി പറ്റിയോ എന്ന് മാത്രമേ ഈ പരീക്ഷയുടെ വിജയം പറഞ്ഞു തരുന്നുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ ഒരു പരീക്ഷയിൽ പരാജയപ്പെടുക എന്നതിൻ്റെ അർത്ഥം നിങ്ങൾ മോശക്കാരനാണെന്നോ മോശക്കാരിയാണെന്നോ അല്ല, നിങ്ങൾ കഴിവില്ലാത്ത ആളാണെന്നോ ഒന്നും അല്ല, മറിച്ച് ഈ പരീക്ഷയ്ക്ക് വേണ്ടുന്ന കുറച്ച് റിക്വയർമെൻറ്റ് അനുസരിച്ച് കാര്യങ്ങൾ ഒത്തുവന്നില്ല, അതാണ് സംഭവിക്കുന്നത്. പക്ഷെ അതിനുകൊണ്ട് നമ്മൾ നമ്മുടെ ഒരു സെൽഫ് വർത്തിനെ എഫക്റ്റ് ചെയ്യാൻ പാടില്ല. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ യു ഹാവ് ടു ഹാവ് ദാറ്റ് കൈൻഡ് ഓഫ് റിസൈലൻസ് ടു പിവറ്റ് ടു സം അതർ ഫീൽഡ്. ഓക്കെ, ത്രൂ എ ഷോർട്ട് കോഴ്സ്, ഓക്കെ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു എക്സാം എഴുതിക്കൊണ്ട്, ഓക്കെ, എന്നൊക്കെ നിങ്ങൾക്ക് പിന്നീട് ഈ ഒരു ഫെയിലിയറിൽ നിന്ന് മുന്നോട്ട് വരാം. ഇറ്റ്സ് നോട്ട് എ ഫെയിലിയർ, ഐ വുഡ് കോൾ ഇറ്റ്സ് എ ടെമ്പററി സെറ്റ് ബാക്സ്. ലേണിംഗ് പ്രോസസ് ലേണിംഗ് പ്രോസസ് മേ ബി, യെസ്. പക്ഷേ അതേ സമയത്ത് ഐ ഷുഡ് ബി ഓൾസോ കോഷ്യസ് ഇറ്റ് നോട്ട് ടു ഗ്ലോറിഫൈ ഫെയിലിയർ. ഓക്കെ, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും പറയാറുണ്ട് ഇതൊരു ട്രാപ്പാണ് എങ്ങനെയൊക്കെയാണെന്നുള്ളത്. ഇതെപ്പോഴും ട്രാപ്പ് ആവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ തിങ് ഈസ് ദാറ്റ് യു ആർ നോട്ട് ഹാവിങ് എൻ ഔട്ട്ലുക്ക് ടുവേർഡ്സ് ലൈഫ്.
ഓക്കെ, അതായത് ഫെയിലിയർ ആയി കഴിഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് തന്നെ ഇങ്ങനെ ഇരുന്ന് പോവാണ്. Okay, you're not thinking about your future, you're spending money like anything, and you're not committed to your family, and I mean that is not advisable. What you have to do is that, okay, 2 തവണ എഴുതി 3 തവണ എഴുതി കുറച്ച് അധികം തവണ എഴുതി കിട്ടിയിട്ടില്ല, okay, fine, move on. And this is the life is not determined by the success or failure in civil service exam. Do you ever think that the people who become successful in civil service, they have become successful officers? I don't think so. Right. What is the real matter? Real matter is to become excellent officers, not to crack the civil service exam. Yeah. So you should not judge your life or others' life just by thinking that whether they crack this exam or not. Right. The life goes on, and that's what I felt. Okay. സർ, ഈ പറഞ്ഞു വന്നതിൽ കൂടുതലും കൺവേർജ് ചെയ്യുന്നത് മെൻ്റൽ വെൽബീയിങ് അല്ലെങ്കിൽ പിയർ പ്രഷർ ഇതിലേക്കൊക്കെയാണല്ലോ. സോ അവിടെ നമ്മൾ നോക്കുമ്പോൾ ഒരു പ്രധാനപ്പെട്ട ഫാക്ടർ നമ്മുടെ സപ്പോർട്ട് സിസ്റ്റമാണ്. ആ സപ്പോർട്ട് സിസ്റ്റത്തിൽ മേ ബി ഫാമിലി ആയിരിക്കാം, അല്ലെങ്കിൽ സ്പൗസ് ആയിരിക്കാം, മേ ബി സിബ്ലിങ്സ്, റിലേറ്റീവ്സ്, അതിൽ ഓൺ എ ലാർജ് ആൻഡ് നമ്മുടെ നെയ്ബേഴ്സ് വരാം, എല്ലാം വരാം. സോ ഇങ്ങനെ വരുന്ന ഈ കുട്ടികൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും, ഇവരിത് ശരിക്കും ഇത് അനോണിമസ് ആയിട്ട് കീപ്പ് ചെയ്യണോ അതോ അവരുടെ മറ്റുള്ളവരോടും കൂടി ഇത് ഡിസ്കസ് ചെയ്യണോ. സോ വെൻ ദേ കം ടു ദിസ് പ്രിപ്പറേഷൻ സൈക്കിൾ, എന്താണ് അതിൻ്റെ നല്ലൊരു സ്ട്രാറ്റജി? എന്താണ്? ഷുഡ് ദേ ടെൽ എവ്രി വൺ ഓർ വിൽ ദാറ്റ് ബിൽഡ് പ്രഷർ? വാട്ട് ഡു യു തിങ്ക്? ഇറ്റ്സ് കംപ്ലീറ്റ്ലി പേഴ്സണൽ ചോയ്സ്. കാരണം നമ്മൾ ബാക്കിയുള്ളവരുടെ എക്സ്പെക്റ്റേഷൻസ് നമുക്ക് പ്രഷർ തരികയാണ്. നിങ്ങൾ അങ്ങനത്തെ ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അധികം റിവീൽ ചെയ്യാൻ പോകണ്ട. ദാറ്റ് ഈസ് ദ ആൻസർ. ആൻഡ് ഓൾസോ you feel that if you're revealing to this couple of people, and these are my well wishers, and they will always pray for me, support me, and then tell to them, and they will, when you're down, they will support you. Right. So you decide എത്ര പേരോട് പറയണം എന്നുള്ളത്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ പാരൻസ് ഓൾവേസ് നിങ്ങളുടെ എപ്പോഴും ഒരു ബെസ്റ്റ് ചിയർ ലീഡേഴ്സ് വിൽ ബി യുവർ പാരൻസ്. സോ പക്ഷേ പാരൻസിനോട് നമ്മളിത് പ്രിപ്പയർ ചെയ്യുന്നുണ്ട് എന്ന് പറയുക മാത്രമല്ല, ഈ പ്രിപ്പറേഷൻ്റെ ഒരു അനിശ്ചിതത്വവും ഈ പ്രിപ്പറേഷൻ്റെ ടഫ്നെസ്സും അവരെ ബോധ്യപ്പെടുത്തുക കൂടെ വേണം. അതും വളരെ എഡ്യൂക്കേറ്റ് ചെയ്യേണ്ട ആവശ്യമാണ്. നമ്മൾ സിവിൽ സർവീസ് എക്സാമിന് പോകുമ്പോൾ പാരൻസ് വിചാരിക്കുന്ന ഇപ്പം പരീക്ഷ എഴുതി കാരണം എല്ലാ പാരൻസും അവരുടെ മക്കളെ കുറിച്ച് വലിയ പ്രതീക്ഷകളായിരിക്കുമല്ലോ. പക്ഷെ ദിസ് എക്സാമിൻ്റെ ഒരു നേച്ചർ ഇങ്ങനെയാണ്. ഇതിൽ കോമ്പറ്റീഷൻ ഉണ്ട്, ഇതിൽ അൺസർട്ടനിറ്റി ഉണ്ട്, ഇത് മൾട്ടിപ്പിൾ ടൈംസ് എഴുതിയാൽ കിട്ടുന്ന ഒന്നാണ്, ഇതിൽ ഇത്രയും കോസ്റ്റ് ഇൻവോൾവ് ആണ്, ഇതാണ് എൻ്റെ പ്ലാൻ. ഇതെല്ലാം നമ്മുടെ ഏറ്റവും അടുത്തുള്ള റിലേറ്റീവ്സിനോട് അല്ലെങ്കിൽ പാരൻസിനോട് അറ്റ്ലീസ്റ്റ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ബിക്കോസ് നമ്മൾ 1-2 തവണ പരാജയപ്പെടുമ്പോഴും ദേ ഷുഡ് നോട്ട് ടെൽനസ് ദാറ്റൊക്കെ ഇനി ഇത് പഠിച്ചിട്ട് അല്ലായിരിക്കും, പഠിക്കാത്തതുകൊണ്ടായിരിക്കും കിട്ടാത്തത് എന്നൊക്കെയുള്ള ഒരു തോന്നലായിരിക്കും ചിലപ്പം അവർക്ക് വരിക. പക്ഷെ അവർക്ക് റിയൽ എക്സാമിനെ പരിചയപ്പെടുത്തുക എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആണ്. ഈ എക്സാമിനെ പരിചയപ്പെടുത്തുന്ന കാര്യം പറയുമ്പോഴാണ് നമ്മൾ യൂഷ്വലി മനസ്സിലാക്കുന്നത് സിവിൽ സർവീസ് എന്ന് പറഞ്ഞാൽ IAS, IPS, IFS, മേ ബി IRS അതും കൂടി അറിയായിരിക്കും. ബട്ട് ഇതിനപ്പുറം ലോട്ട് ഓഫ് ആ ലിസ്റ്റ് വലുതാണെന്നുള്ള കാര്യം പലർക്കും അറിയുന്നുണ്ടാവില്ല. അപ്പോൾ അതിനെപ്പറ്റി ഒന്ന് സാറിന് പറയാൻ പറ്റുമോ? യെസ്, സിവിൽ സർവീസ് എന്ന് പറയുന്നത് കഴിഞ്ഞ തവണത്തെ നോട്ടിഫിക്കേഷൻ പ്രകാരം 23 സർവീസുകളിലേക്കാണ് ജോബ് പൊസിഷൻ വിളിച്ചിരിക്കുന്നത്, ഇൻക്ലൂഡിങ് IAS, IPS. സോ ഇതിൽ പല സർവീസുകളും ഗവൺമെൻറ്റിൻ്റെ പല ഡിപ്പാർട്ട്മെൻറ്റുകളും ഹെഡ് ചെയ്യുന്ന സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഗ്രൂപ്പ് A സർവീസ് അല്ലെങ്കിൽ ഗ്രൂപ്പ് B സർവീസസ് ആണ്. എല്ലാം വെൽ റെസ്പെക്റ്റഡ് ആയിട്ടുള്ള ലെഗസി സർവീസസ് ഉണ്ട്, അതോടൊപ്പം തന്നെ എമേർജിങ് ആയിട്ടുള്ള ചില സർവീസുകളുണ്ട്. അപ്പം ഇതിൽ പ്രധാനമായിട്ടും ഒരു ഡൈവേഴ്സിറ്റി ഓഫ് ജോബ് ഉണ്ടാവുക ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലായിരിക്കും. കാരണം നിങ്ങൾ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്, പൊതുഭരണമാണ് നിങ്ങൾ കൈകാര്യം ചെയ്യുന്നത് അല്ലേ. അപ്പം ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സ്പോഷർ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സിൽ നിങ്ങൾക്ക് ഉണ്ടാവും. IAS ഈസ് ദ മോസ്റ്റ് പവർഫുൾ ഇൻ ദാറ്റ് വേ. ഇന്ത്യൻ പോലീസ് സർവീസ് ആകുമ്പം അതിനകത്ത് ലോ ആൻഡ് ഓർഡർ കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് പ്രൈമറി റെസ്പോൺസിബിലിറ്റി. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഗവൺമെൻറ് ഫങ്ഷനാലിറ്റി ആയതുകൊണ്ട് നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒരു പബ്ലിക് എക്സ്പോഷറും പവറും ഒക്കെ നിങ്ങൾക്ക് ഇന്ത്യൻ പോലീസ് സർവീസിൽ കുറച്ചുണ്ടാവും. അധികം ആരും കേൾക്കാത്ത ഒരു സർവീസാണ്, പക്ഷേ ഇപ്പം പോപ്പുലറാണ് ഇന്ത്യൻ ഫോറിൻ സർവീസ്. വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു എലീറ്റ് സർവീസാണ്. എലീറ്റ് എന്ന് പറയുമ്പം വളരെ കുറച്ച് പേര് അതിനകത്ത് IFSലുള്ളൂ. ഏതാണ്ട് 1000-ൽ താഴെ ആളുകൾ മാത്രമേ ഇന്ത്യൻ ഫോറിൻ സർവീസിലുള്ളൂ. കുറച്ച് വേക്കൻസി ഉള്ളൂ. ഇന്ത്യൻ ഫോറിൻ സർവീസ് കിട്ടുന്ന ആളുകൾ ഇന്ത്യയുടെ റെപ്രസെൻറ്റേറ്റീവായിട്ട് മറ്റ് രാജ്യങ്ങളിൽ പോകും, അംബാസഡേഴ്സ്, ഹൈ കമ്മീഷണേഴ്സ് ഒക്കെ ആയിട്ട്.
അപ്പോൾ അത് ഭയങ്കര റെസ്പെക്ട്ഫുൾ പൊസിഷനാണ്. ഓക്കെ. അപ്പോൾ അതോടൊപ്പം തന്നെ മറ്റ് സർവീസുകൾ പ്രധാനമായിട്ടും ഈ 3 സർവീസ് കഴിഞ്ഞാൽ പിന്നെ 3 അക്കൗണ്ടിങ് റവന്യൂ സർവീസുകൾ വരിക. അതിൽ ഇന്ത്യൻ റവന്യൂ സർവീസ് ഉണ്ട്. ഇന്ത്യൻ റവന്യൂ സർവീസിൽ ഇൻകം ടാക്സും കസ്റ്റംസും 2 സർവീസുകളായിട്ടുണ്ട്. ഇന്ത്യയുടെ ടാക്സ് അഡ്മിനിസ്ട്രേഷൻ ലീഡ് ചെയ്യുന്നത് ഈ ഓഫീസേഴ്സാണ്. പിന്നെ ഉള്ളത് ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട് സർവീസ് എന്ന് പറഞ്ഞിട്ട് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിൻ്റെ കീഴിൽ ഡയറക്റ്റായിട്ട് വരുന്ന ഒരു സർവീസാണ്. അതിൽ അവരാണ് ഇന്ത്യയുടെ അക്കൗണ്ട്സും ഓഡിറ്റും ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ അക്കൗണ്ട്സ് ഓഡിറ്റും കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ അതും വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു സർവീസാണ്. അപ്പം IAS IPS IFS കഴിഞ്ഞാൽ കുട്ടികൾ സാധാരണ പ്രിഫർ ചെയ്യുന്ന ഓപ്ഷൻസ് എന്ന് വെച്ചാൽ ഇന്ത്യൻ റവന്യൂ സർവീസ് 2 ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട് സർവീസാണ്. ഇതിന് ശേഷം കുറച്ച് ലെഗസി സർവീസുകളുണ്ട്. ലെഗസി സർവീസ് എന്ന് വെച്ചാൽ കുറച്ചും കൂടെ പഴക്കമുള്ള പണ്ട് തൊട്ട് എസ്റ്റാബ്ലിഷ്ഡ് ആയി വന്നിട്ടുള്ള സർവീസുകൾ. അതിൽ ഏറ്റവും പ്രധാനം ഇന്ത്യൻ റെയിൽവേ സർവീസാണ്. ഇപ്പോൾ അതിൽ ഇന്ത്യൻ റെയിൽവേ മാനേജ്മെൻറ്റ് സർവീസ് എന്നായിരുന്നു നേരത്തെ. ഇപ്പോൾ അവർ വീണ്ടും സ്പ്ലിറ്റ് ചെയ്ത് ഇന്ത്യൻ റെയിൽവേ പേഴ്സണൽ സർവീസ്, ടെക്നിക്കൽ സർവീസ് എന്നൊക്കെ പറഞ്ഞ് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊരു പ്രസ്റ്റീജിയസ് ആയിട്ടുള്ളൊരു ഒരു സർവീസാണ്. അതോടൊപ്പം തന്നെ ഇന്ത്യൻ പോസ്റ്റൽ സർവീസ്, ദാറ്റ് ഈസ് ഓൾസോ എ ലെഗസി സർവീസ്. പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റ് ഒരു വളരെ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ്. അപ്പം അതിനെ ലീഡ് ചെയ്യുന്നത് ഇന്ത്യൻ പോസ്റ്റൽ സർവീസിലുള്ള ആളുകളായിരിക്കും. അതോടൊപ്പം തന്നെ റീസെൻ്റ്ലി ഫോം ചെയ്തിട്ടുള്ള കുറച്ച് സർവീസുകളുണ്ട്. ഇന്ത്യൻ ഇൻഫർമേഷൻ സർവീസ്, ഇന്ത്യൻ കോർപ്പറേറ്റ് ലോ സർവീസ്, ഇന്ത്യൻ ട്രേഡ് സർവീസുകളൊക്കെ. അതോടൊപ്പം തന്നെ ഇന്ത്യൻ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് എന്നൊക്കെ പറഞ്ഞൊരു സർവീസ് കൂടെ റെയിൽവേയിൽ ഞാൻ പറയാൻ വിട്ടുപോയതാണ്. പിന്നെ അതോടൊപ്പം തന്നെ ഗ്രൂപ്പ് B സർവീസുകളുമുണ്ട്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഡൽഹി, അതോടൊപ്പം തന്നെ പോണ്ടിച്ചേരി, ഇവിടുത്തെ ഗ്രൂപ്പ് B ലെവൽ യൂണിയൻ ടെറിട്ടറീസിൽ പോലീസായിട്ടോ അല്ലെങ്കിൽ ഗ്രൂപ്പ് B ലെവൽ ഓഫീസേഴ്സായിട്ടോ മാറാവുന്ന സർവീസുകളുണ്ട്. അതെല്ലാം ഈ UPSC നടത്തുന്ന സിവിൽ സർവീസ് എക്സാമിനേഷൻ ഈ പരീക്ഷ മുഖാന്തരമാണ് എടുക്കുന്നത്. അതിൽ നമുക്ക് കിട്ടുന്ന റാങ്ക്, നമ്മൾ കൊടുക്കുന്ന പ്രിഫറൻസ്, അവൈലബിൾ വേക്കൻസീസ്, ഈ 3 കാര്യങ്ങളുടെ ഒരു മിസ് മാച്ചിങ് നോക്കിയിട്ടാണ് അവർ നമുക്ക് സർവീസ് അലോക്കേറ്റ് ചെയ്യുക. ബട്ട് ദ എക്സാം ഈസ് എ ജനറലിസ്റ്റ് പെർസ്പെക്റ്റീവിലാണല്ലോ എടുക്കുന്നത്. പക്ഷേ നമ്മൾ ഈ റവന്യൂ സ്ട്രീമിലേക്കോ അല്ലെങ്കിൽ അങ്ങനെ കുറച്ചും കൂടെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ്സിലേക്ക് പോകുമ്പോൾ എക്സ്ട്രാ ട്രെയിനിങ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യാറുണ്ടോ? തീർച്ചയായും. ഇപ്പോൾ ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇന്ത്യൻ റെയിൽവേയുടെ ആണെങ്കിൽ 2 വർഷത്തെ ഒരു ട്രെയിനിങ് ഉണ്ട്. എല്ലാ സർവീസിലും മിനിമം ഒരു വർഷത്തെ ഒരു ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് പർട്ടിക്കുലർ സ്ഥലത്ത് സ്കിൽഡ് ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് ജനറിക് ആയിട്ട് അതാണ് ഞാൻ പറഞ്ഞത്, ജനറൽ സ്കിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഏതും സ്പെഷ്യലൈസ് ചെയ്ത് എടുക്കാൻ പറ്റും. അപ്പം ആൻഡ് ഓൾസോ കുറച്ചൊരു സ്പെഷ്യലൈസ്ഡ് നോളജ് ഉണ്ടെങ്കിൽ ഇവർ ചെയ്യുന്നത് ജനറൽ അഡ്മിനിസ്ട്രേഷൻ ആ ഡിപ്പാർട്ട്മെൻറ്റിൽ ചെന്ന് കഴിയുമ്പോൾ, ബട്ട് ദേ നീഡ് ടു ഹാവ് ദ ഡൊമൈൻ നോളജ് ഓർ അവയർനെസ്. അതിനുള്ള ഒരു ട്രെയിനിങ് അവർക്ക് കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു സാധ്യത ഉണ്ട്. നമ്മൾ ഇത്രയും നേരം സിവിൽ സർവീസിൻ്റെ ഒരു ജനറൽ ആസ്പെക്റ്റാണ് സംസാരിച്ചത്. ഐ തിങ്ക് ഒരു എപ്പിസോഡിനുള്ള ലെന്ത് ആയിട്ടുണ്ട്. എനിവേസ് നമുക്ക് ഇനിയും കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനുണ്ട്. ഫ്രം ദാറ്റ് കരിയർ പെർസ്പെക്റ്റീവ് എന്നുണ്ട്, ഓൾസോ ആ എക്സാമിന് ഓരോ സ്റ്റേജിനെ പറ്റി അറിയാനുണ്ട്, സബ്ജക്ട്സിൻ്റെ ചോയ്സ് അറിയാനുണ്ട്. സോ ഇതിനെക്കുറിച്ചെല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട്, ഓൾസോ സ്കിൽസ് മെറ്റാകോഗ്നിഷനെ പറ്റി പറഞ്ഞല്ലോ. അപ്പം വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇനിയും നമുക്ക് ഈ കോൺവെർസേഷൻ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. സോ അണ്ടിൽ വി മീറ്റ് നെക്സ്റ്റ് ടൈം, ബൈ ബൈ സർ. താങ്ക് യു. Lead IAS, #1 IAS Academy in Kerala.